ഡിയർ ലേണേഴ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓർഗനൈസേഷൻ ബിഹേവിയറിലെ ബ്ലോക്ക് 5 ആണ്. ഓർഗനൈസേഷൻ കൾച്ചർ എന്നുള്ള ബ്ലോക്ക്. അതിൽ യൂണിറ്റ് 1 അണ്ടർസ്റ്റാൻഡിങ് ഓർഗനൈസേഷൻ കൾച്ചർ എന്നുള്ള യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഓർഗനൈസേഷൻ കൾച്ചർ എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓർഗനൈസേഷൻ കൾച്ചർ റെഫേഴ്സ് ടു ദ സിസ്റ്റം ഓഫ് ഷെയർഡ് വാല്യൂസ്, ബിലീഫ്സ്, അസംഷൻസ് ആൻഡ് ബിഹേവിയറൽ എക്സ്പെക്ടേഷൻസ് ദാറ്റ് ഗൈഡ് എംപ്ലോയീസ് വിത്തിൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലെ ജീവനക്കാര് പൊതുവായിട്ട് പങ്കുവയ്ക്കുന്ന അവരുടെ വാല്യൂസും അവരുടെ ബിലീഫും അവരുടെ വിശ്വാസങ്ങളും അവരുടെ ബിഹേവിയേഴ്സും അവരുടെ പെരുമാറ്റ രീതികളും ഒക്കെ കൂടിച്ചേരുന്നതിനെയാണ് ആ കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന്റെ കൾച്ചർ എന്ന് പറയുന്നത്. നമുക്ക് ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷന്റെ പേഴ്സണാലിറ്റി ആണെന്ന് പറയാം. ഓക്കെ. ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? റിഫേഴ്സ് ടു ദ സിസ്റ്റം ഓഫ് ഷെയർഡ് വാല്യൂസ്. അവർ പരസ്പരം പങ്കുവയ്ക്കുന്ന മൂല്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ അസംഷൻസ് അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റ രീതികൾ ദാറ്റ് ഗൈഡ് എംപ്ലോയീസ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. ആൾക്കാരുടെ പെരുമാറ്റ രീതികളെ ഗൈഡ് ചെയ്യുന്ന ഈ തരം കാര്യങ്ങളെയാണ് ആ ഓർഗനൈസേഷന്റെ കൾച്ചർ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ടാലിയ പോൾ, ഇറ്റ് ഹെൽപ്സ് എംപ്ലോയീസ് അണ്ടർസ്റ്റാൻഡ് അപ്രോപ്രിയേറ്റ് ആൻഡ് ഇൻഅപ്രോപ്രിയേറ്റ് ബിഹേവിയർ. While Edgar Shane describes it as the shared assumptions that influence how members perceive, think and react to their environment. ഇപ്പോൾ ടാലിയ പൗറോ പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ കൾച്ചർ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പെരുമാറ്റ രീതികൾ അല്ലെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പെരുമാറ്റ രീതികൾ എന്തൊക്കെയാണ് ഒന്ന് തിരിച്ചറിയാനായിട്ട് അത് നമ്മളെ സഹായിക്കുന്നു. അല്ലെങ്കിൽ ഏതൊക്കെ രീതിക്ക് പെരുമാറാൻ സാധിക്കും, ഏതൊക്കെ രീതിക്ക് പെരുമാറിക്കൂടാ എന്ന് നമ്മളെ മനസ്സിലാക്കാൻ സഹായിക്കുന്നതിനെയാണ് ആ ഓർഗനൈസേഷന്റെ കൾച്ചർ എന്ന് പറയുന്നത്. എഡ്ജാർ ഷെയ്ൻ പറയുന്നത് ഇറ്റ് ആർ ദ ഷെയർഡ് അസംഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഹൗ മെമ്പേഴ്സ് പെർസീവ്, തിങ്ക് ആൻഡ് റിയാക്ട് ടു ദെയർ എൻവയോൺമെന്റ്. അപ്പൊ ജീവനക്കാരെ എങ്ങനെയാണ് കാര്യങ്ങളെ മനസ്സിലാക്കുകയും അതിനെപ്പറ്റി ആലോചിക്കുകയും ഓരോ കാര്യങ്ങളോടും പ്രതികരിക്കുകയും ചെയ്യുന്നത്, ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് ആ ഓർഗനൈസേഷന്റെ ഈ കൾച്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ തന്നെ പല ഓർഗനൈസേഷൻസിലോ ബിസിനസ് സ്ഥാപനങ്ങളിലോ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും, നമ്മൾ ആദ്യം വർക്ക് ചെയ്ത ഒരു സ്ഥാപനത്തിലെ കൾച്ചർ ആയിരിക്കില്ല രണ്ടാമത് വരുമ്പോൾ ഒരു സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കുക, അല്ലെ? അപ്പോൾ ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് ഷെയർഡ് വാല്യൂസ്, ബിലീഫ്സ് ആൻഡ് അസംഷൻസ് ആൻഡ് ബിഹേവിയറൽ എക്സ്പെക്ടേഷൻസ് ദാറ്റ് ഗൈഡ് എംപ്ലോയീസ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. ഓക്കെ. ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസേഷൻ കൾച്ചർ. ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? മുമ്പേ പറഞ്ഞത് ഒരു പേഴ്സണാലിറ്റി ആയിട്ട് പറയാം. ഒരു ഓർഗനൈസേഷന്റെ പേഴ്സണാലിറ്റി ആയിട്ട് നമുക്കതിനെ എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാം. ഇറ്റ് ഇൻഫ്ലുവൻസസ് ദ വേ എംപ്ലോയീസ് തിങ്ക്, കമ്മ്യൂണിക്കേറ്റ് ആൻഡ് പെർഫോം ദർ ഡ്യൂട്ടീസ്. ഒരു സ്ഥാപനത്തിലെ ജീവനക്കാർ എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അവർ കാര്യങ്ങളെ പറ്റി എങ്ങനെയാണ് ചിന്തിക്കുന്നത്, മനസ്സിലാക്കുന്നത്, ഇതിനെല്ലാം സ്വാധീനിക്കുന്ന ഘടകം ആ ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ കൾച്ചറാണ് എന്ന് പറയാം. A strong culture provides direction, improves coordination, and helps managers create an environment that supports both employee satisfaction and organization effectiveness. ഒരു സ്ട്രോങ് കൾച്ചർ നിലനിൽക്കുന്ന ഒരു സ്ഥാപനത്തില് ആ കൾച്ചർ തന്നെ എങ്ങനെയാണ് പരിമാറേണ്ടത് എന്നതിനെ പറ്റിയും അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ഇഫക്റ്റീവ്നെസ് എങ്ങനെയാണ്, കാര്യക്ഷമത എങ്ങനെയാണ് വർദ്ധിപ്പിക്കേണ്ടതിനെ പറ്റിയും അതിനെപ്പറ്റി ഒരു ഡയറക്ഷനും അല്ലെങ്കിൽ ഒരു കോർഡിനേഷനും അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു സപ്പോർട്ടും ഒക്കെ ക്രിയേറ്റ് ചെയ്യും. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർഗനൈസേഷൻ കൾച്ചർ. എന്തൊക്കെ സവിശേഷതകളാണ് ഒരു ഓർഗനൈസേഷന്റെ കൾച്ചറിനുള്ളത്? Organizational culture is a shared concept that develops gradually through experience, socialization and organizational practice. ഇത് ഗ്രാജുവൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു എന്താ പറയാ ഒരു കൺസെപ്റ്റ് ആണ് ഓർഗനൈസേഷന്റെ കൾച്ചർ എന്ന് പറയുന്നത്. അത് ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡിനെയും പെരുമാറ്റ രീതികളെയും ആൾക്കാരുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിനെയും ഒക്കെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ്. ഓക്കെ. അതുപോലെ തന്നെ ഒരു സ്ട്രോങ് കൾച്ചർ എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ ഗോൾസിനെ സപ്പോർട്ട് ചെയ്യുകയും അല്ലെങ്കിൽ എന്താ പറയാ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു പെരുമാറ്റ രീതികൾ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഒരു സ്ട്രോങ് ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറയുന്നത്. എലമെന്റ്സ് ദാറ്റ് ഡ്രൈവ് ഓർഗനൈസേഷൻ കൾച്ചർ. സെവറൽ ഫാക്ടേഴ്സ് ഷേപ്പ് ഓർഗനൈസേഷൻ കൾച്ചർ ഓവർ. ഒരുപാട് കാര്യങ്ങൾ ഓർഗനൈസേഷൻ കൾച്ചറിനെ തീരുമാനിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഫൗണ്ടേഴ്സ് വാല്യൂസ്. Founders' values establish the basic principles of the organization. ആ ഓർഗനൈസേഷൻ, ആ ബിസിനസ് സ്ഥാപനം സ്ഥാപിച്ചിരിക്കുന്നതിന്റെ പിന്നിലുള്ള ഫൗണ്ടേഴ്സിന്റെ
സ്ഥാപിച്ച ആൾക്കാരുടെ എന്താ പറയാ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. While the industry and business environment influence the way work is carried out. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു സ്ഥാപകർ ആ ബിസിനസ് സ്ഥാപനം സ്ഥാപിച്ചത്, അത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർ എലമെന്റ് ആണ്. അതുപോലെ ആ ഏത് കൾച്ചറിലാണോ ആ ഓർഗനൈസേഷൻ ത്രൈവ് ചെയ്യുന്നത്, ആ ഓർഗനൈസേഷൻ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ ഫങ്ഷൻ ചെയ്യുന്നത്, അത് ആ നാഷണൽ കൾച്ചർ, ആ പൊതുവിലുള്ള ഒരു കൾച്ചർ എങ്ങനെയെന്ന് അതും ഓർഗനൈസേഷനെ പ്രാക്ടീസിനെ അഫക്ട് ചെയ്യുന്നു. ഓക്കെ. അപ്പോ ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫൗണ്ടേഴ്സിന്റെ വാല്യൂസിനകത്ത് ഇമ്പോർട്ടന്റ് ആണ്. ആ ഓർഗനൈസേഷൻ നിലനിൽക്കുന്ന കൾച്ചർ, നാഷണൽ കൾച്ചർ അഫക്ട്സ് ഓർഗനൈസേഷൻ പ്രാക്ടീസസ്. Whereas the organization vision, strategies and leadership behavior determine how culture is developed and maintained. ഇനി കമ്പോണൻസ് ഓഫ് ഓർഗനൈസേഷൻ കൾച്ചർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് വാല്യൂസ്. അപ്പോൾ അതായത് വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൂല്യങ്ങൾ. അപ്പൊ വാല്യൂസ് എന്നുള്ളത് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് ഒരു ബിസിനസ് സ്ഥാപനം അല്ലെങ്കിൽ ഒരു കമ്പനി ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോർ പ്രിൻസിപ്പിൾസിനെയാണ് അത് ആ കമ്പനിയുടെ വാല്യൂസ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ആ ഓർഗനൈസേഷന്റെ കൾച്ചറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണന്റ് എന്തായിരിക്കും? വാല്യൂസ് ആയിരിക്കും. വാല്യൂസ് റെപ്രസെന്റ് ദ ബിലീഫ്സ് അബൌട്ട് വാട്ട് ആൻ ഓർഗനൈസേഷൻ കൺസിഡേഴ്സ് ഇമ്പോർട്ടന്റ് ആൻഡ് ഡിസൈറബിൾ. അവര് ഏത് കോർ പ്രിൻസിപ്പിളിൽ നിന്നാണോ എന്തൊക്കെ എന്താ പറയാ മുൻഗണന മുൻഗണന വെച്ചിട്ടാണോ പ്രവർത്തിക്കുന്നത്, അവരുടെ ബേസിക് കോർ ബിലീഫ് എങ്ങനെയാണ്, അതൊക്കെ കൂടി ചേരുന്നതാണ് വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ വാല്യൂസ് വെച്ചിട്ടാണ് ദേ ഗൈഡ് ഡിസിഷൻസ്, പ്രയോറിറ്റീസ് ആൻഡ് ഓർഗനൈസേഷണൽ പ്രാക്ടീസസ്. അപ്പൊ അതുപോലെ നോംസും ഉണ്ട്. നോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോംസ് ആർ ദ അൺറിട്ടൺ റൂൾസ് ദാറ്റ് റെഗുലേറ്റ് എംപ്ലോയി ബിഹേവിയർ. അപ്പൊ എഴുതപ്പെടാത്ത നിയമങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ആൾക്കാരുടെ ബിഹേവിയറിനെ ഗൈഡ് ചെയ്യുന്ന ചില നിയമങ്ങൾ ഉണ്ടായിരിക്കും. അതിനെയാണ് നോംസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് കൺസിഡേർഡ് അപ്രോപ്രിയേറ്റ് അക്സെപ്റ്റബിൾ വിത്തിൻ ദ ഓർഗനൈസേഷൻ. ഈ നോംസ് എന്ന് പറഞ്ഞാൽ എന്തിനാണ്? ഏത് രീതിക്കുള്ള പെരുമാറ്റ രീതികളാണ് അംഗീകരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ളത് എന്ന് കാണിക്കുന്ന നോംസ് ഉണ്ടാവും. ഈ നോംസും വാല്യൂസും ഒക്കെ ഓർഗനൈസേഷന്റെ കൾച്ചറിന്റെ ഏറ്റവും കോർ ആയിട്ടുള്ള കമ്പോണൻസ് ആണ്. ഈ വാല്യൂസ് പറയുമ്പോൾ നമ്മൾ ശരിക്കും രണ്ട് തരത്തിലുള്ള വാല്യൂസ് ഉണ്ട് ഒരു ഓർഗനൈസേഷനകത്ത്. ഒന്ന് നമ്മൾ എക്സ്പൗസ്ഡ് വാല്യൂസ് എന്നും പറയും, ദെൻ ഇനാക്റ്റഡ് വാല്യൂസ് എന്നും പറയും. എക്സ്പൗസ്ഡ് വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി ഫോർ എക്സാമ്പിൾ അവരുടെ വെബ്സൈറ്റിലോ അവരുടെ ഹാൻഡ് ബുക്കിലോ ഒക്കെ ഒഫീഷ്യലായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ചില വാല്യൂസ് ഉണ്ടായിരിക്കുമല്ലോ. ഫോർ എക്സാമ്പിൾ ടീം വർക്ക് അല്ലെങ്കിൽ ഇന്റഗ്രിറ്റി അല്ലെങ്കിൽ ഇന്നോവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഒരു എന്താ പറയാ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള വാല്യൂസ് ഉണ്ടാവുമല്ലോ. അതിനെയാണ് എക്സ്പൗസ്ഡ് വാല്യൂസ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഇനാക്റ്റഡ് വാല്യൂസ് ഉണ്ട്, അതായത് നടപ്പിലാക്കുന്ന മൂല്യങ്ങൾ എന്ന് നമുക്ക് അതിനെ പറയാം. അപ്പൊ ലീഡർമാരും ജീവനക്കാരും നിത്യജീവിതത്തിൽ അവരുടെ ഡേ ടു ഡേ ലൈഫിൽ യഥാർത്ഥത്തിൽ കാണിക്കുന്ന വാല്യൂസിനെയാണ് ഇനാക്റ്റഡ് വാല്യൂസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു പേപ്പറിൽ ടീം വർക്ക് എന്ന് എഴുതിയിട്ടുണ്ടാവും, പക്ഷേ യഥാർത്ഥത്തിൽ എല്ലാവരും പരസ്പരം സഹായിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ ഒരു ചോദ്യചിഹ്നമാണ്. അപ്പൊ എക്സ്പൗസ്ഡ് വാല്യൂസും ഉണ്ടാവും, ഇനാക്റ്റഡ് വാല്യൂസും ഉണ്ടാവും. പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ നോംസ് എന്ന് പറഞ്ഞാൽ മാനദണ്ഡങ്ങൾ, അതായത് മുമ്പേ പറഞ്ഞ പോലെ അൺറിട്ടേൺ ആയിട്ടുള്ള നോംസുകൾ, എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പെരുമാറിക്കൂടാ എന്ന് എങ്ങനെ പെരുമാറണം എന്ന് നിശ്ചയിക്കുന്ന എഴുതപ്പെടാത്ത അൺറിട്ടേൺ ആയിട്ടുള്ള റൂൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നോംസ് എന്ന് പറയുന്നത്. അപ്പം വാല്യൂസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ശരിക്കും ഈ നോംസുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോ എന്താ പറയാ പല രീതിക്കുള്ള നോംസുകൾ ഉണ്ടാവാം എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെ സംബന്ധിച്ച്. ദെൻ അടുത്തതാണ് ബിലീഫ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്പോണൻസ് ഓഫ് ഓർഗനൈസേഷൻ കൾച്ചർ ആണ്. അതിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു വാല്യൂസ് ആൻഡ് നോംസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ദെൻ ബിലീഫ്സ് ആൻഡ് അസംഷൻസ്. ബിലീഫും അസംഷൻസും എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ ദ ഐഡിയാസ് എംപ്ലോയീസ് അക്സെപ്റ്റ് ആസ് ട്രൂ റിഗാർഡിംഗ് ദ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഫങ്ഷനിങ്. അപ്പം ആ ഓർഗനൈസേഷനെ പറ്റി ആ ഓരോ എംപ്ലോയീസിനും ഉള്ള വിശ്വാസമാണ് അല്ലെങ്കിൽ അവരുടെ ധാരണകളാണ്. അപ്പോ എന്താ പറയാ ഇത് അവരുടെ ചിന്താരീതിയെയും അവരുടെ കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിനെയും ഒക്കെ അവരുടെ തീരുമാനങ്ങളെയൊക്കെ എന്താ പറയാ എക്സ്പ്ലിസിറ്റ് ആയിട്ട് തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അപ്പോ ബിലീഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ അസംഷൻസ് എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷന്റെ കൾച്ചറിന്റെ ഒരു ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ആണ്. ദെൻ സിംബൽസ്. സിംബൽസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ഓർഗനൈസേഷന്റെ സിംബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ symbols include logos, dress code, office layout, rituals, and other visual representations that convey meaning about the organization's culture.
ഓരോ ഓരോ ഓർഗനൈസേഷനും ഫോർ എക്സാമ്പിൾ ചില ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങൾ, കമ്പനികളിലൊക്കെ ചില ഡ്രസ് കോഡുകൾ ഉണ്ടാവും. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഈ ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ ഡ്രസ് കോഡുകൾ കാണാം അല്ലെ? അതുപോലെ ചില കോഡുകൾ കാണാം. അല്ലെങ്കിൽ എന്താ പറയാ ലോഗോസ് ഉണ്ടാവും. അപ്പൊ ഓരോ കമ്പനിക്കും ഓരോ ലോഗോസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ കാറിന്റെ കമ്പനികളൊക്കെ എടുത്താൽ ഓരോന്നിനും വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ലോഗോ ഉണ്ട്. അപ്പൊ ഇത് ആ കമ്പനിയുടെ ആ ഓർഗനൈസേഷന്റെ കൾച്ചറിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഒരു സിമ്പിൾ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് പറയാൻ സാധിച്ചിരിക്കും ഇത് ഇന്ന കമ്പനിയുടേതാണ്. അപ്പൊ അത് ആ സിംബൽ ഒക്കെ കാണിക്കുന്നത് ആ കമ്പനിയുടെ കൾച്ചറിന്റെ ഭാഗമാണ്. അതുപോലെ റിച്വൽസ് ആൻഡ് സെറിമണീസ്. റിച്വൽസ് എന്ന് പറഞ്ഞാൽ റെഗുലർ ആയിട്ടുള്ള റിപ്പീറ്റഡ് ആക്ടിവിറ്റീസ് ആണ്. സെറിമണീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഇവന്റ്സ് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കേരളത്തിലെ ഒരു കൾച്ചർ എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻസ് ഒക്കെ ഓണം ആഘോഷിക്കുന്നു. അപ്പൊ ഇല്ലേ അതൊരു കൾച്ചറിന്റെ ഭാഗമാണ്. ആ ഒരു ഇവന്റ്സ് എങ്ങനെയാണ് ഇവന്റ്സ് അല്ലെങ്കിൽ റിച്വൽസ് അല്ലെങ്കിൽ സെറിമണീസ് എങ്ങനെയാണ് ആഘോഷിക്കുന്നത്, അതൊക്കെ ആഘോഷിക്കാറുണ്ടോ? അതൊക്കെ ആ ഓർഗനൈസേഷന്റെ കൾച്ചറിന്റെ ഒരു കമ്പോണന്റ് ആണ്. ദെൻ ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഓരോ കമ്പനികളിലും അല്ലെങ്കിൽ ഓർഗനൈസേഷനിലും നിലനിൽക്കുന്ന ലാംഗ്വേജ്. ഇപ്പൊ ചില കമ്പനികൾക്ക് ചിലർക്ക് ആപ്തവാക്യങ്ങൾ ഉണ്ടാവും, ചില സ്ലോഗൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ വിഷൻ മിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിരിക്കുന്ന ചില വേർഡിങ്സ് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ ആ കമ്പനിയുടെ കൾച്ചറിനെ ഡിനോട്ട് ചെയ്യുന്ന കമ്പോണൻസ് ആണ്. ദെൻ പ്രാക്ടീസസ് ആൻഡ് ബിഹേവിയേഴ്സ്. ഇപ്പൊ ഇതൊന്നും പ്രാക്ടീസസ് ആൻഡ് ബിഹേവിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രവർത്തികളാണ്. ഒബ്സർവബിൾ ആക്ഷൻസ് ആൻഡ് റൊട്ടീൻസ് ഓഫ് എംപ്ലോയീസ് ആൻഡ് ലീഡേഴ്സ്. ഇപ്പൊ പ്രാക്ടീസുകൾ കാണിക്കുന്നത് എങ്ങനെയാണ് വാല്യൂസും നോംസും അവരുടെ ഡെയിലി വർക്കിൽ അവർ നടപ്പിൽ വരുത്തുന്നത് എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഈ കമ്പോണൻസ് എല്ലാമാണ് എന്താ പറയാ ഓർഗനൈസേഷന്റെ കൾച്ചറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇതെല്ലാം ഓർഗനൈസേഷന്റെ കൾച്ചറിന്റെ ഡിഫറെന്റ് കമ്പോണൻസ് ആണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ദ 3 ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ കൾച്ചർ. ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറയുമ്പോൾ അതിനെ എഡ്ജാർ ഷെയ്ൻ എന്ന് പറഞ്ഞിട്ട് ഒരു റിനൗഡ് ഓർഗനൈസേഷൻ സൈക്കോളജിസ്റ്റ് ആണ്. ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറയുന്നത് ഒരു 3 ലെവൽ എന്ന് പറയുമ്പോൾ 3 ഇന്റർ കണക്റ്റഡ് ലെവൽസിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതായിട്ടാണ് ഓർഗനൈസേഷന്റെ കൾച്ചർ എന്ന് പറയുന്നത്, ഷെയ്ൻ പറയുന്നത്. അപ്പൊ ഷെയ്ലിന്റെ മോഡൽ എന്ന് പറയുന്നത് എന്താ പറയാ ഓർഗനൈസേഷൻ കൾച്ചർ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നതിനെ കാണിക്കുന്ന ഒരു മോഡലാണ്. അപ്പൊ എന്താ പറയാ ഈ മോഡൽ പ്രകാരം ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറയുന്നത് 3 ലെവൽ ഉണ്ട്. ഒന്ന് ആർട്ടിഫാക്ട്സ് ആൻഡ് ബിഹേവിയേഴ്സ്, ദെൻ എസ്പൗസ്ഡ് വാല്യൂസ് ആൻഡ് അണ്ടർലൈൻ അസംഷൻ. അപ്പൊ നമ്മൾ ആർട്ടിഫാക്ട്സ് ആൻഡ് ബിഹേവിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആർട്ടിഫാക്ട്സ് ആൻഡ് ബിഹേവിയേഴ്സ് ഇപ്പൊ ഡ്രസ് കോഡുകളാവാം, അല്ല ഓഫീസിന്റെ ലേ ഔട്ട് ആവാം, വിസിബിൾ ആസ്പെക്ട്, കൾച്ചറിന്റെ വിസിബിൾ ആസ്പെക്ടിനെയാണ് ഒബ്സർവബിൾ ആർട്ടിഫാക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ ദ മോസ്റ്റ് വിസിബിൾ ആസ്പെക്ട് ഓഫ് an ഓർഗനൈസേഷൻ ഈസ് ഒബ്സർവബിൾ ആർട്ടിഫാക്ട്സ്. ഓക്കെ. അത് ടാഞ്ചിബിൾ ആയിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള വിസിബിൾ എക്സ്പ്രഷൻസ് ഓഫ് an ഓർഗനൈസേഷണൽ കൾച്ചർ ആണ് ഒബ്സർവബിൾ ആർട്ടിഫാക്ട്സ് എന്ന് പറയുന്നത്. ദേ ഇല്ലുസ്ട്രേറ്റ് ഹൗ കൾച്ചർ മാനിഫെസ്റ്റ് ഇൻ എവറിഡേ ഓർഗനൈസേഷണൽ ലൈഫ്. അപ്പൊ അതിന്റെ കോമൺ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് അക്രോണിംസ് ആൻഡ് കോമൺലി യൂസ്ഡ് ലാംഗ്വേജ്, ഡ്രസ് കോഡ്, അല്ലെങ്കിൽ ആ ഓഫീസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ കമ്പനി എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ഓഫീസ് ലേ ഔട്ട് എങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ ഒരു ഗ്രീൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്റീരിയർ ഡിസൈനിങ് സ്റ്റുഡിയോ ആണ്. പക്ഷെ അവരുടെ ഒരു പുറമേ ചെന്ന് നമ്മൾ നോക്കുമ്പോൾ വളരെ ഗ്രീനറീസ് ഒക്കെ പുല്ലുകളൊക്കെ വെച്ച് വിരിപ്പിച്ച് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിലാണ് കമ്പനി വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് അപ്പൊ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്ന, കേൾക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ തൊട്ടറിയാൻ പറ്റുന്ന ആ ഒരു കമ്പനിയുടെ ഒബ്സർവബിൾ ആയിട്ടുള്ള ടാഞ്ചിബിൾ ആയിട്ടുള്ള ഫിസിക്കൽ ആസ്പെക്ടിനെയാണ് ഒബ്സർവബിൾ ആർട്ടിഫാക്ട്സ് എന്ന് പറയുന്നത്. ദെൻ എക്സ്പൗസ്ഡ് വാല്യൂസ്. നമ്മൾ മുമ്പേ വാല്യൂസ് പറഞ്ഞപ്പോൾ തന്നെ 2 തരം വാല്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. എക്സ്പൗസ്ഡ് വാല്യൂസ് ഉണ്ട്, ഇനാക്റ്റഡ് വാല്യൂസ് ഉണ്ട്. എക്സ്പൗസ്ഡ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? Exposed values are beliefs, principles, and standards that an organization openly promotes through its mission and policies. ആ ഓർഗനൈസേഷൻ അതിന്റെ വിഷനിൽ കൂടെയും അല്ലെങ്കിൽ അതിന്റെ പോളിസികളിൽ കൂടെയും മുന്നോട്ട് ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് എക്സ്പൗസ്ഡ് വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. അപ്പൊ ആ കമ്പനിയുടെ ആസ്പിറേഷൻസ് എന്താണ്, അല്ലെ ഐഡിയൽ ആയിട്ട് ആ കമ്പനി എന്താവാനാണ് എങ്ങനെ ആവാനാണ് ഉദ്ദേശിക്കുന്നത്, അതിനെയാണ് എക്സ്പൗസ്ഡ് വാല്യൂസ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഇനാക്റ്റഡ് വാല്യൂസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി അടുത്തതാണ് ബേസിക് അണ്ടർലൈങ് അസംഷൻസ്. ബേസിക് അണ്ടർലൈങ് അസംഷൻസ് എന്ന് പറഞ്ഞാൽ ആർ ദ ഡീപ് റൂട്ടഡ് ബിലീഫ്സ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് അൺകോൺഷ്യസ് തോട്ട്സ് ദാറ്റ് ഷേപ്പ് ആൻ ഓർഗനൈസേഷൻ കൾച്ചർ. അപ്പൊ ആ ഓർഗനൈസേഷന്റെ കൾച്ചറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന അൺകോൺഷ്യസ് ആയിട്ടുള്ള ഏറ്റവും ഡീപ് റൂട്ടഡ് ആയിട്ടുള്ള ബിലീഫിനെയും ആറ്റിറ്റ്യൂഡിനെയും അല്ലെങ്കിൽ അൺകോൺഷ്യസ് തോട്ട് പ്രോസസ്സിനെയാണ് ബേസിക് അണ്ടർലൈങ് അസംഷൻ എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പൊ ഈ ഫോം എങ്ങനെയത് ഫോം ചെയ്യുന്നത്? വർഷങ്ങളുടെ ഫലമായി ഷെയർഡ് എക്സ്പീരിയൻസിൽ കൂടെയും ആൾക്കാർ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നതും വഴി ആ ഓർഗനൈസേഷനകത്ത് ഉണ്ടാവുന്ന എന്താ പറയാ ചില ഡീപ് റൂട്ടഡ് ആയിട്ടുള്ള ബിലീഫിനെയാണ് ബേസിക് അണ്ടർലൈൻ അസംഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയാണ് 3 ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ കൾച്ചർ ആണ്. ഓർഗനൈസേഷൻ കൾച്ചർ നമുക്ക് എന്താ പറയാ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു ഡിഫറെന്റ് ടൈപ്സ് ബേസ്ഡ് ഓൺ ദർ ഡോമിനന്റ് വാല്യൂസ്, ലീഡർഷിപ്പ് സ്റ്റൈൽസ് ആൻഡ് സ്ട്രാറ്റജിക് ഓറിയന്റേഷൻ. ഓരോ ഓർഗനൈസേഷൻ കൾച്ചറും അതിന്റെ ലീഡർഷിപ്പിന്റെ സ്റ്റൈലിനനുസരിച്ച് അവർ മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങളുടെ ബേസിൽ അല്ലെങ്കിൽ അവരുടെ സ്ട്രാറ്റജിക് ഓറിയന്റേഷന്റെ ബേസിൽ ബ്രോഡ് ആയിട്ട് ഒരുപാട് ഡിഫറെന്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അപ്പൊ ഓരോ ടൈപ്പും എങ്ങനെയാണ് ഓർഗനൈസേഷൻ ബാലൻസ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് കൺട്രോൾ ആസ് വെൽ ആസ് ഇന്റേണൽ ഫോക്കസ് ആൻഡ് എക്സ്റ്റേണൽ പൊസിഷനിങ്. അപ്പൊ ഇത് എങ്ങനെയാണ് ഓരോ ഓർഗനൈസേഷനും അവരുടെ എന്താ പറയാ ഫ്ലെക്സിബിലിറ്റി ബാലൻസ് ചെയ്യുന്നത്, കൺട്രോൾ ബാലൻസ് ചെയ്യുന്നത് എന്നതിനെ കാണിക്കുന്നു. ഓക്കെ. ഡിഫറെന്റ് കൾച്ചറൽ ടൈപ്സ് ഉണ്ട്. ഒന്നാമത്തെ കൾച്ചർ എന്ന് പറയുന്നത് ക്ലാൻ കൾച്ചർ, രണ്ടാമത്തെ അഡോക്രസി കൾച്ചർ, മൂന്നാമത്തെ മാർക്കറ്റ് കൾച്ചർ, ആൻഡ് ഫോർത്ത് വൺ ഈസ് ഹൈറാർക്കി കൾച്ചർ. ഓക്കെ. നമുക്ക് ഓരോരോ ഡിഫറെന്റ് കൾച്ചറൽ ടൈപ്സ് നോക്കാം. ഒന്നാമത്തേതാണ് ക്ലാൻ കൾച്ചർ. എ കമ്പനി വിത്ത് ക്ലാൻ കൾച്ചർ ഹാസ് ഇന്റേണൽ ഫോക്കസ് ആൻഡ് വാല്യൂസ്, ഫ്ലെക്സിബിലിറ്റി റാദർ ദാൻ സ്റ്റെബിലിറ്റി ആൻഡ് കൺട്രോൾ. ഒരു ക്ലാൻ കൾച്ചർ നിലനിൽക്കുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് അവർ കുറച്ച് ഇന്റേണലി ഫോക്കസ്ഡ് ആയിരിക്കും. അവരെന്തിനായിരിക്കും മുൻതൂക്കം കൊടുക്കുന്നത്? ഫ്ലെക്സിബിലിറ്റിക്കായിരിക്കും മുൻതൂക്കം കൊടുക്കുന്നത്. അതായത് ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഒരു ഫാമിലി ടൈപ്പ് ഓർഗനൈസേഷണൽ അറ്റ്മോസ്ഫിയർ ആയിരിക്കും അവിടെ ഉണ്ടാവുക. അവിടെ കൂടുതലായിട്ടും കൊളാബറേഷനെയും എൻകറേജ് ചെയ്യുക, അല്ലെങ്കിൽ ആൾക്കാർ തമ്മിലുള്ള സപ്പോർട്ടിനെ എൻകറേജ് ചെയ്യുക, ആൾക്കാരുടെ പരസ്പര വിശ്വാസത്തെ എൻകറേജ് ചെയ്യുക. ഇങ്ങനെയുള്ള ഒരു കൾച്ചർ ആയിരിക്കും ആ കമ്പനിയിൽ ഉണ്ടാവുക. ദിസ് ടൈപ്പ് ഓഫ് കൾച്ചർ ഈസ് വെരി എംപ്ലോയി ഫോക്കസ്ഡ്. അപ്പോ ആൾക്കാർക്കായിരിക്കും കൂടുതൽ മുൻഗണന അവിടെ ഉണ്ടാവുക. ആൻഡ് സ്ട്രൈവ് ടു ഇൻസ്റ്റിൽ കൊഹഷൻ ത്രൂ കൺസെൻസസ് ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. അവിടെ ആൾക്കാരിലെ കൊഹഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ തരത്തിൽ കൾച്ചർ നിലനിൽക്കുന്ന കമ്പനികളുടെ പ്രധാന ലക്ഷ്യം. Plan organization devote considerable resources to hiring and developing their employees, and they view customers പാർട്ട്നേഴ്സ്. അപ്പൊ ഈ ക്ലാൻ കൾച്ചർ നിലനിൽക്കുന്ന കമ്പനിയിൽ അവർ കൂടുതൽ ആൾക്കാരെ നല്ല ആൾക്കാരെ ഹയർ ചെയ്യാനായിട്ട്, അവർക്ക് ഡെവലപ്മെന്റ് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ പാർട്ട്നേഴ്സ് ആയിട്ട് കാണാനായിട്ടൊക്കെ ആയിരിക്കും അവർ കൂടുതൽ. ഓക്കെ. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് കൾച്ചർ എന്ന് പറയുന്നത് അഡ്വോക്കസി കൾച്ചർ ആണ്. ഇതിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്വോക്കസി കൾച്ചറിൽ സ്റ്റെബിലിറ്റിനെ കഴിഞ്ഞും ചേഞ്ചസിനും അതുപോലെ ഫ്രീഡത്തിനും ഒക്കെയാണ് മുൻഗണന കൊടുക്കുന്നത്. അഡ്വോക്കസി കൾച്ചർ ഫോക്കസ് ഓൺ ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി, അഡാപ്റ്റബിലിറ്റി എക്സെട്ര. ഓർഗനൈസേഷൻ വിത്ത് ദിസ് കൾച്ചർ എൻകറേജ് എംപ്ലോയീസ് ടു ടേക്ക് റിസ്ക്, എക്സ്പെരിമെന്റ് വിത്ത് ന്യൂ ഐഡിയാസ്, റെസ്പോൺസിബിലി ടു ചേഞ്ചസ് ഇൻ ദ ബിസിനസ് എൻവയോൺമെന്റ് എക്സെട്ര. അപ്പം ഇവിടെ ഈ അഡ്വോക്കസി കൾച്ചറിൽ ഓർഗനൈസേഷൻ അതിന്റെ എംപ്ലോയീസിനെ റിസ്കുകൾ എടുക്കാനും പുതിയ പുതിയ ആശയങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യാനും, അതായത് ചേഞ്ചസിനോട് പെട്ടെന്ന് പ്രതികരിക്കാനും ഒക്കെയാണ് അവരെ പ്രേരിപ്പിക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ഫോളോയിങ് റിജിഡ് റൂൾസ്, എംപ്ലോയീസ് ആർ എംപവർഡ് ടു ഡെവലപ്പ് ന്യൂ പ്രോഡക്ട്സ്, സർവീസസ് ആൻഡ് സൊല്യൂഷൻസ് ദാറ്റ് ഇംപ്രൂവ് ഓർഗനൈസേഷൻ കോമ്പറ്റീറ്റീവ്നെസ്. അപ്പം ഓർഗനൈസേഷന്റെ കോമ്പറ്റേറ്റീവ്നെസ് കൂട്ടാൻ വേണ്ടി പുതിയ പുതിയ പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ സർവീസസ് ഡെലിവർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് അഡ്വോക്കസി കൾച്ചറിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മാർക്കറ്റ് കൾച്ചർ. മാർക്കറ്റ് കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റ് കൾച്ചർ പ്ലേസസ് ഗ്രേറ്റർ എംഫസിസ് ഓൺ കോമ്പറ്റീഷൻ, പ്രൊഡക്ടിവിറ്റി ആൻഡ് അച്ചീവിംഗ് മെഷറബിൾ റിസൾട്ട്. എന്ന് പറഞ്ഞാൽ ഒരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ കൾച്ചറാണ് മാർക്കറ്റ് കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഇതിന്റെ പൂർണ്ണമായിട്ടും ഇങ്ങനെയുള്ള ഒരു കൾച്ചറിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് റിസൾട്ട് ഉണ്ടാക്കുക. ഫോർ എക്സാമ്പിൾ വിജയം നേടുക, അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കുക എന്നിവയ്ക്കാണ് മുൻഗണന കൊടുക്കുന്ന ഒരു ടൈപ്പാണ് മാർക്കറ്റ് കൾച്ചർ എന്ന് പറയുന്നത്. Okay. Organization focus on customer satisfaction, market share, profitability, and outperforming competitors. അപ്പൊ മറ്റുള്ള കമ്പനി കഴിഞ്ഞ് നന്നായിട്ട് പെർഫോം ചെയ്യുക, കൂടുതൽ കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഷെയർ വർദ്ധിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ആസ്പെക്റ്റിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള കൾച്ചറാണ് മാർക്കറ്റ് കൾച്ചർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഹൈറാർക്കി കൾച്ചർ. ഹൈറാർക്കി കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തമായിട്ടുള്ള റോളും സ്ട്രക്ചറും അനുസരിച്ച് പ്രവർത്തിക്കുന്ന കൾച്ചറാണ് ഹൈറാർക്കി സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആരെ അനുസരിക്കണം എന്നതിലൊക്കെ വളരെ കൃത്യമായിട്ടുള്ള റൂളുകൾ അവിടെ ഉണ്ടാവും. ഹൈറാർക്കി കൾച്ചർ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ സ്ട്രക്ചർഡ് ആൻഡ് ഫോർമൽ വർക്ക് എൻവയോൺമെന്റ് വെർ സ്റ്റെബിലിറ്റി, കൺട്രോൾ ആൻഡ് ക്ലിയർലി ഡിഫൈൻഡ് പ്രൊസീജിയേഴ്സ് ആർ ഹൈലി വാല്യൂഡ്.
Organization effectiveness is achieved through standardized processes, efficient coordination, quality control, and consistent performance. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡർഡൈസ്ഡ് പ്രോസസ്സ് ഉണ്ടാവും, കോർഡിനേഷൻ എഫിഷ്യന്റ് ആയിരിക്കും, ക്വാളിറ്റി നിർബന്ധമാണ്, പെർഫോമൻസിന്റെ കൺസിസ്റ്റൻസിയും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അടുത്തത് നോക്കുന്നത് കമ്പാരിസൺ ഓഫ് ഓർഗനൈസേഷൻ കൾച്ചറൽ ടൈപ്സ്. അപ്പോൾ ഓരോ ഡിഫറെന്റ് കൾച്ചറിനും അതിൻ്റെതായ നേട്ടങ്ങളും മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഉണ്ട് അല്ലെ. ഈച്ച് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ കൾച്ചർ കോൺട്രിബ്യൂട്ട്സ് ഡിഫറെന്റ്ലി ടു ഓർഗനൈസേഷൻ സക്സസ്. പ്ലാൻ കൾച്ചർ ആണെങ്കിൽ ടീം വർക്കിനെ പ്രൊമോട്ട് ചെയ്യുന്നു, എംപ്ലോയിയുടെ കമ്മിറ്റ്മെന്റ്. അഡ്വോക്കസി കൾച്ചർ എൻകറേജസ് ഇന്നോവേഷൻ ആൻഡ് ഫ്ലെക്സിബിലിറ്റി അല്ലെ. മാർക്കറ്റ് കൾച്ചർ ആണെങ്കിൽ എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? കോമ്പറ്റീഷനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കൾച്ചറാണ്. ദെൻ അതുപോലെ തന്നെ മാർക്കറ്റ് കോമ്പറ്റീഷൻ ആൻഡ് റിസൾട്ട്. ഹൈറാർക്കി കൾച്ചർ സ്റ്റെബിലിറ്റി ആണ് എൻഷുർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എഫിഷ്യൻസിയാണ്. ഓക്കെ, മെനി ഓർഗനൈസേഷൻ കമ്പൈൻ എലമെന്റ്സ് ഓഫ് ദീസ് കൾച്ചേഴ്സ് ടു മീറ്റ് ചേഞ്ചിങ് ഓർഗനൈസേഷൻ നീഡ്സ്. അപ്പോൾ ഒരു ഓർഗനൈസേഷനകത്ത് ഏത് തരം കൾച്ചർ ആണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പല കൾച്ചറിന്റെയും പല വേരിയേഷൻസും ഒരു ഓർഗനൈസേഷനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അടുത്തത് ഫങ്ഷൻസ് ഓഫ് ഓർഗനൈസേഷൻ കൾച്ചർ. ഓർഗനൈസേഷൻ കൾച്ചറിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓർഗനൈസേഷണൽ കൾച്ചർ എന്ന് പറയുന്നത് പെർഫോം സെവറൽ ഇമ്പോർട്ടന്റ് ഫങ്ഷൻസ് ബൈ ക്രിയേറ്റിംഗ് എ ഷെയർഡ് ഐഡന്റിറ്റി ആൻഡ് എൻകറേജിങ് കമ്മിറ്റ്മെന്റ് അല്ലെ. അപ്പോൾ ഒന്ന് അത് സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ എംപ്ലോയീസിനെ ഓർഗനൈസേഷണൽ ഇവന്റ്സ് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇനേബിൾസ് ദ ഓർഗനൈസേഷൻ ടു അഡാപ്റ്റ് ഇഫക്റ്റീവ്ലി ടു ചേഞ്ചസ് ഇൻ ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. എൻവയോൺമെന്റിൽ വരുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇതൊക്കെ ഓർഗനൈസേഷൻ കൾച്ചറിന്റെ ഫങ്ഷൻസ് ആണ്. ഓക്കെ, organizational function culture gives employees a clear understanding of what the organization stands for and what it expects from its members. അപ്പം ഓർഗനൈസേഷൻ കൾച്ചർ എന്തിനാണ് ഓർഗനൈസേഷൻ നിലനിൽക്കുന്നത്, എന്താണ് ഓർഗനൈസേഷൻ മുന്നോട്ട് വയ്ക്കുന്ന വാല്യൂ, അതിനെപ്പറ്റിയൊക്കെ ഉള്ള അല്ലെങ്കിൽ എന്താണ് മെമ്പേഴ്സിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, ഇതിനെപ്പറ്റിയുള്ള ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് എംപ്ലോയീസിന് കൊടുക്കുന്നുണ്ട്. ഷെയർഡ് വാല്യൂസ് ആൻഡ് ട്രഡീഷൻ ക്രിയേറ്റ് എ യൂണിക് ഐഡന്റിറ്റി ദാറ്റ് ഡിസ്റ്റിംഗ്വിഷ് ദ ഓർഗനൈസേഷൻ ഫ്രം അതേഴ്സ്. അപ്പൊ നമ്മൾ കൾച്ചർ പഠിച്ചപ്പോൾ ഷെയർഡ് വാല്യൂസ് ആൻഡ് ട്രഡീഷൻസ് മറ്റു ഓർഗനൈസേഷനിൽ നിന്ന് ഈ ഓർഗനൈസേഷനെ വ്യത്യസ്തമാക്കി നിർത്തുന്നുണ്ട് അല്ലെ. ദിസ് ഐഡന്റിറ്റി സ്ട്രെങ്തൻസ് എംപ്ലോയീസ് സെൻസ് ഓഫ് ബിലോങ്ങിങ് ആൻഡ് എൻകറേജസ് ദം ടു വർക്ക് ടുവേർഡ് കോമൺ ഓർഗനൈസേഷൻ ഗോൾസ്. ഒരു ഓർഗനൈസേഷൻ ഐഡന്റിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം. അതുപോലെ രണ്ടാമത്തെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എൻകറേജ് കളക്റ്റീവ് കമ്മിറ്റ്മെന്റ്. അപ്പോൾ കൾച്ചർ ഫോസ്റ്റേഴ്സ് കളക്റ്റീവ് കമ്മിറ്റ്മെന്റ് ബൈ പ്രൊമോട്ടിംഗ് ഷെയർഡ് ഗോൾസ് ആൻഡ് കോമൺ പർപ്പസ് എമംഗ് എംപ്ലോയീസ്. അപ്പൊ ഒരു ഓർഗനൈസേഷനിൽ ഒരു കൾച്ചർ ഉണ്ടെങ്കിൽ, അതായത് ഒരു കോമൺ ആയിട്ടുള്ള പർപ്പസും ഗോൾസും ഒക്കെ അവിടെ ഉണ്ടാവും. അപ്പൊ അതൊരു കളക്റ്റീവ് കമ്മിറ്റ്മെന്റ് ആൾക്കാരിൽ ഉണ്ടാക്കും അല്ലെ. When individuals identify with the organization mission and values, they are more likely to feel emotionally invested in its success. അപ്പൊ ആൾക്കാർ അതുമായിട്ട് താതാത്മ്യപ്പെടാനായിട്ട്, ഓർഗനൈസേഷന്റെ മിഷനുമായിട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളോട് താതാത്മ്യപ്പെടാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ ഒരു എന്താണ്, അവരും കളക്റ്റീവായിട്ട് അതിലോട്ട് എംപ്ലോയീസ് വർക്ക് ചെയ്യും. ദെൻ എൻഷുറിംഗ് സോഷ്യൽ സിസ്റ്റം സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഓർഗനൈസേഷൻ കൾച്ചർ പ്രൊവൈഡ്സ് പ്രെഡിക്റ്റബിൾ നോംസ് ആൻഡ് പാറ്റേൺസ് ഓഫ് ബിഹേവിയർ ദാറ്റ് ഹെൽപ്പ് മെയിൻറ്റെയിൻ വർക്ക് പ്ലേസ് സ്റ്റെബിലിറ്റി. അപ്പൊ ഓർഗനൈസേഷൻ കൾച്ചർ നമ്മൾ കണ്ട് പല കൾച്ചറിലും സ്റ്റെബിലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അല്ലെ. വളരെ എന്താ പറയുക, പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള നോംസും ഈ പെരുമാറ്റ രീതികളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓർഗനൈസേഷൻ കൾച്ചർ. അപ്പം ഈ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് അവിടെ ആംബിഗിറ്റി ഇല്ല, കൺഫ്യൂഷൻസ് ഇല്ല, അൺസർട്ടനിറ്റി ഇല്ല. അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതിനെ പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉറപ്പാക്കുന്നുണ്ട്. ദെൻ ആക്ട് ആസ് എ സെൻസ് മേക്കിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൾച്ചർ ഹെൽപ്സ് എംപ്ലോയീസ് ഇന്റർപ്രറ്റ് ഓർഗനൈസേഷൻ ഈവൻസ് ഡിസിഷൻസ് ആൻഡ് എക്സ്പീരിയൻസസ്. അപ്പം ഒരു എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഇവന്റ് നടത്തി, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഡിസിഷൻ എടുക്കുന്നു, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ്, ഇത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ആ ഓർഗനൈസേഷന്റെ കൾച്ചർ എംപ്ലോയീസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് അതുപോലെ ഫെസിലിറ്റേറ്റ് അഡാപ്റ്റേഷൻ ടു ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. അപ്പോ പുറത്തുള്ള സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് ഓർഗനൈസേഷൻ കൾച്ചർ അതിന്റെ എംപ്ലോയീസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. എക്വിപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അവരെ അതിനു വേണ്ടിയിട്ട് റെഡിയാക്കുന്നുണ്ട്. ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്താ പറയാ, organization has a how to respond effectively to changes in market technology and customer expectation by providing guiding principles for innovation, strategic decision making,
കൾച്ചർ ഇനേബിൾസ് ദ ഓർഗനൈസേഷൻ ടു റിമെയിൻ റെസിലിയന്റ്. അപ്പൊ ഒരു കൾച്ചർ എന്ന് പറയുന്നത് അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസും സ്ട്രാറ്റജീസും ഗൈഡ് ലൈൻസും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ച് എന്താ പ്രവർത്തിക്കാനായിട്ട് എംപ്ലോയീസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഇമ്പാക്ട് ഓഫ് ഓർഗനൈസേഷൻ കൾച്ചറൽ പെർഫോമൻസ്. ഓർഗനൈസേഷന്റെ കൾച്ചറും ഓർഗനൈസേഷന്റെ പെർഫോമൻസും തമ്മിലുള്ള ബന്ധമാണ്. ഓക്കെ, അപ്പോൾ ഓർഗനൈസേഷൻ കൾച്ചർ ഹാസ് എ സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ഓൺ ഇൻഡിവിജ്വൽ ടീം ആൻഡ് ഓവറോൾ ഓർഗനൈസേഷണൽ പെർഫോമൻസ്. അത് ഇൻഡിവിജ്വലിന്റെ പെർഫോമൻസ് ആയിക്കോട്ടെ, ടീമിന്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ മൊത്തത്തിലുള്ള പെർഫോമൻസിനെ സിഗ്നിഫിക്കന്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ആ ഓർഗനൈസേഷന്റെ കൾച്ചർ എന്നുള്ളത്, അല്ലെ? അതിന്റെ മൂല്യങ്ങളാവട്ടെ, വാല്യൂസ് ആവട്ടെ, നോംസ് ആവട്ടെ, എന്താ പറയാ, ആ ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, ആൾക്കാർ എങ്ങനെയാണ് മോട്ടിവേറ്റഡ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ അതുവഴി എങ്ങനെയാണ് പ്രൊഡക്ടിവിറ്റിയും അല്ലെങ്കിൽ എഫിഷ്യൻസിയും കൂട്ടിക്കൊണ്ടുവരുന്നത്, ഇതിനെയെല്ലാം നിർണ്ണയിക്കുന്ന ഒരു ഘടകമാണ് ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ഇമ്പാക്ട്? ഒന്ന്, ഇറ്റ് ഇൻഫ്ലുവൻസസ് എംപ്ലോയി ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ്. ആ ഒരു ഓർഗനൈസേഷന്റെ കൾച്ചർ ആ ഓർഗനൈസേഷനകത്ത് ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ പെരുമാറ്റ രീതികളെയും അവരുടെ ആറ്റിറ്റ്യൂഡിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. രണ്ട്, എൻഹാൻസസ് മോട്ടിവേഷൻ ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ അവരുടെ ജോബ് സാറ്റിസ്ഫാക്ഷനുമായിട്ടും അത് റിലേറ്റഡ് ആണ്. എ കൾച്ചർ ദാറ്റ് റെക്കഗ്നൈസസ് അച്ചീവ്മെന്റ്സ്, എൻകറേജസ് പാർട്ടിസിപ്പേഷൻ ആൻഡ് സപ്പോർട്ട്സ് എംപ്ലോയി ഡെവലപ്മെന്റ്, ബൂസ്റ്റ് മോട്ടിവേഷൻ. കൾച്ചർ എങ്ങനെയുള്ളതാണ്? ആൾക്കാരുടെ അച്ചീവ്മെന്റിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന കൾച്ചർ ആണോ? പാർട്ടിസിപ്പേഷൻ എൻകറേജ് ചെയ്യുന്ന കൾച്ചർ ആണോ? എംപ്ലോയീസിനെ സപ്പോർട്ട് ചെയ്യുന്ന കൾച്ചർ ആണോ? ഇതിനനുസരിച്ചായിരിക്കും അവിടെ ആൾക്കാർ മോട്ടിവേറ്റഡ് ആയിട്ട് പെരുമാറുന്നത്. മോട്ടിവേറ്റഡ് എംപ്ലോയീസ് ആർ മോർ ലൈക്ലി ടു പെർഫോം എഫിഷ്യന്റ്ലി, അല്ലെ? മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. ഇനി കൾച്ചറിന്റെ ഒരു ഇഫക്റ്റ് എവിടെയാണ്? സപ്പോർട്ട്സ് കോർഡിനേഷൻ ആൻഡ് കൊളാബറേഷൻ. അപ്പൊ കോപ്പറേഷനെയും അല്ലെങ്കിൽ കൂട്ടത്തോടെയുള്ള ഷെയർഡ് ഗോൾസിനെയും ഒക്കെ എൻഹാൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കൾച്ചർ ആണെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റും ടീംസും നമ്മളൊരു കോർഡിനേഷൻ ഉണ്ടാവും, അല്ലെ? ഈ കൊളാബറേഷൻ എന്ന് പറയുന്നത് വർക്ക് നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് വർക്ക് നടക്കാനും പ്രോബ്ലംസ് പെട്ടെന്ന് സോൾവ് ചെയ്യാനും അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ലാസ്റ്റത്തെ എന്താണ്? ഫെസിലിറ്റേറ്റ് ഇന്നോവേഷൻ ആൻഡ് അഡാപ്റ്റബിലിറ്റി. Organizational culture that values creativity, learning, and flexibility encourage employees to generate new ideas and adapt to changes. അപ്പം എന്താ പറയാ, ഒരു ക്രിയേറ്റിവിറ്റിക്ക് വില കൊടുക്കുന്ന അല്ലെങ്കിൽ ലേണിംഗ് എക്സ്പീരിയൻസിനെ വിലമതിക്കുന്ന, ഫ്ലെക്സിബിലിറ്റി എൻകറേജ് ചെയ്യുന്ന കൾച്ചർ ആണെന്നുണ്ടെങ്കിൽ അവിടെ ആൾക്കാർക്ക് പുതിയതായിട്ട് ഐഡിയാസ് ജനറേറ്റ് ചെയ്യുകയും അവർ ആ ചേഞ്ചസിനോട് വളരെ എന്താ പറയാ ഫ്ലെക്സിബിൾ ആയിട്ട് അഡാപ്റ്റ് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും, അല്ലേ? ദെൻ reinforces leadership effectiveness. Culture shapes the way leaders interact with employees and implement strategies. When leadership styles align with organization culture, it strengthens decision making. അപ്പൊ നമ്മൾ ഡിഫറെന്റ് ലീഡർഷിപ്പ് സ്റ്റൈലുകൾ പഠിച്ചു. ആ കൾച്ചറുമായിട്ട് ചേർന്ന് പോകുന്ന ലീഡർഷിപ്പ് സ്റ്റൈൽ ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും എന്തായിരിക്കും ഉണ്ടാവുക? അത് ഡിസിഷൻ മേക്കിങ്ങിനെയും കമ്മ്യൂണിക്കേഷനെയും ആൾക്കാരുടെ എംപ്ലോയീസിന്റെ ട്രസ്റ്റിനെയും ഒക്കെ അത് എൻഹാൻസ് ചെയ്യും. അതുവഴി ഓർഗനൈസേഷന്റെ പെർഫോമൻസിനെയും എൻഹാൻസ് ചെയ്യും. ലാസ്റ്റ് വൺ പറയുന്നത് പ്രൊമോട്ട്സ് എത്തിക്കൽ ബിഹേവിയർ ആൻഡ് കോർപ്പറേറ്റ് റെപ്യൂട്ടേഷൻ. Okay, a culture that emphasizes ethics, integrity, and social responsibility fosters ethical decision making. അല്ലെ? എത്തിക്കൽ പ്രാക്ടീസസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കൾച്ചർ ആണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ എത്തിക്കൽ ഡിസിഷൻ മേക്കിങ്ങിനെ ഫെസിലിറ്റേറ്റ് ചെയ്യും. എത്തിക്കൽ കൾച്ചേഴ്സ് റെഡ്യൂസ് ദ റിസ്ക് ഓഫ് മിസ്കണ്ടക്ട്. അപ്പൊ എന്താണ്, പെരുമാറ്റ രീതികളിലൊക്കെ ഒരു എന്താ പറയുക, ഒരു നീതിയുക്തമായിട്ടുള്ള പെരുമാറ്റ രീതികൾ അല്ലെങ്കിൽ മിസ്കണ്ടക്ട് ഒഴിവാക്കുക. ഇങ്ങനെ ഒരു എത്തിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കൾച്ചർ ആണെങ്കിൽ എന്താ പറയാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻഹാൻസ് ചെയ്യും, അല്ലെ? പ്രൊമോട്ട്സ് എത്തിക്കൽ ബിഹേവിയർ ആൻഡ് കോപ്പറേഷൻ. അപ്പൊ ഇതിന്റെ സമ്മറൈസ്ഡ് ഫോം പറയുന്നത് ഓർഗനൈസേഷൻ കൾച്ചർ എന്താണ്? ഈസ് എ സിസ്റ്റം ഓഫ് ഷെയർഡ് വാല്യൂസ്, ബിലീഫ്സ്, അസംപ്ഷൻസ് ആൻഡ് പ്രാക്ടീസസ് that influence employee behavior and organization effectiveness. അപ്പൊ അത് ഓർഗനൈസേഷന്റെ ഐഡന്റിറ്റിയെ ഷേപ്പ് ചെയ്യുന്നുണ്ട്, ടീം വർക്കിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഡിസിഷൻ മേക്കിങ്ങിനെയും ഇന്നോവേഷനെയും ഒക്കെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു എത്തിക്കൽ ബിഹേവിയറിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വെൽ മാനേജ്ഡ് ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറയുന്നത് enables organization to achieve both employee satisfaction and long term success എന്നുള്ളതാണ്. ഇനി നമുക്ക് അതിനകത്ത്
അടുത്തതായി ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 2 മാനേജിംഗ് ആൻഡ് ചേഞ്ചിങ് ഓർഗനൈസേഷണൽ കൾച്ചർ എന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർഗനൈസേഷൻ കൾച്ചർ എന്താണ് എന്നാണ് ഡിസ്കസ് ചെയ്തത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഓർഗനൈസേഷൻ കൾച്ചർ എങ്ങനെയാണ് അസസ് ചെയ്യുന്നത്, ഓർഗനൈസേഷൻ കൾച്ചർ മാനേജ് ചെയ്യുന്നത് മുതലായ കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അസസ്മെന്റ് ഓഫ് ഓർഗനൈസേഷൻ കൾച്ചർ. അപ്പോൾ ഓർഗനൈസേഷൻ കൾച്ചർ ഇൻഫ്ലുവൻസസ് എംപ്ലോയി ബിഹേവിയർ, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഓർഗനൈസേഷൻ ഇഫക്റ്റീവ്നെസ്. ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ നിലനിൽക്കുന്ന കൾച്ചർ എന്ന് പറയുന്നത് അതിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ പെരുമാറ്റത്തെയും തീരുമാനങ്ങൾ എടുക്കുന്നതിനെയും അതിന്റെ ആ ഓർഗനൈസേഷന്റെ കാര്യക്ഷമതയും ഒക്കെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. To improve or transform culture, organization must first understand the existing cultural patterns. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടന്റ് ആയ ഒരു ഘടകം, അതായത് ആൾക്കാരുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നുണ്ട്, ഡിസിഷൻ മേക്കിങ്ങിനെ സ്വാധീനിക്കുന്നുണ്ട്, ഓർഗനൈസേഷന്റെ മൊത്തത്തിലുള്ള കാര്യക്ഷമതയും അതിന്റെ പ്രൊഡക്ടിവിറ്റിനെയും ഒക്കെ സ്വാധീനിക്കുന്ന ഈ ഒരു ഘടകം എപ്പോഴെങ്കിലും ഒരു ഓർഗനൈസേഷൻ കൾച്ചർ അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം, അല്ലെങ്കിൽ അത് കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യണം എന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ ഒരു ഓർഗനൈസേഷൻ എപ്പോഴും ഒരേ കൾച്ചർ ആയിരിക്കും ഒരു ഓർഗനൈസേഷനിൽ നിലനിൽക്കുക? അല്ല. കാലം പോകുന്നതനുസരിച്ച്, അല്ലെങ്കിൽ ടൈം അനുസരിച്ച്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച്, പോളിസിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ച് ഏതൊരു ഓർഗനൈസേഷനും അതിനനുസരിച്ച് അതിന്റെ കൾച്ചറിൽ ചേഞ്ച് വരുത്തിയെങ്കിൽ മാത്രമേ അതിന് പ്രോഫിറ്റബിൾ ആയിട്ട് എന്താ പറയാ നിലനിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലെ? ഒരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ എക്സിസ്റ്റിംഗ് കൾച്ചർ മാറ്റണം എന്നുണ്ടെങ്കിൽ എന്താണ് ആദ്യമേ ചെയ്യേണ്ടത്? ഇപ്പോൾ നിലനിൽക്കുന്ന കൾച്ചറിനെ പറ്റി നല്ലൊരു ധാരണ വേണം. ആ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് എന്ത് മാറ്റമാണ് വരേണ്ടത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ യൂണിറ്റിൽ എക്സ്പ്ലെയിൻസ് ദ മെത്തേഡ് യൂസ് ടു അസസ് ഓർഗനൈസേഷണൽ കൾച്ചർ. ഈ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അങ്ങനെ ഓർഗനൈസേഷന്റെ കൾച്ചറിനെ അസസ് ചെയ്യാനായിട്ടുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്, ആൻഡ് ദ സ്ട്രാറ്റജീസ് ഫോർ മാനേജിങ്, ചേഞ്ചിങ് ആൻഡ് സസ്റ്റൈനിങ് ഇറ്റ്. ആദ്യമേ കൾച്ചറിനെ അസസ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നു. ദെൻ ആ കൾച്ചറിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ മാനേജ് ചെയ്യാനോ, അല്ലെങ്കിൽ അതിനെ ചേഞ്ച് ചെയ്യാനോ, അല്ലെങ്കിൽ അതിനെ സസ്റ്റെയിൻ ചെയ്യാനോ ഉള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ. അപ്പോൾ നീഡ് ഫോർ അസസിങ് ഓർഗനൈസേഷണൽ കൾച്ചർ, ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്താണ് ഒരു ഓർഗനൈസേഷണൽ കൾച്ചർ അസസ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത, അല്ലെ? ബിഫോർ മാനേജിങ് ഓർ ചേഞ്ചിങ് ഓർഗനൈസേഷണൽ കൾച്ചർ, ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു അണ്ടർസ്റ്റാൻഡ് ദ ഓർഗനൈസേഷൻസ് എക്സിസ്റ്റിംഗ് വാല്യൂസ്, ബിലീഫ്സ്, അസംഷൻസ് ആൻഡ് നോംസ്. അപ്പോൾ എക്സിസ്റ്റിംഗ് വാല്യൂസ്, ബിലീഫ്, അസംഷൻസ് ആൻഡ് നോംസ് എന്ന് പറയുന്നതാണ് ആ ഒരു ഓർഗനൈസേഷന്റെ കൾച്ചർ. അപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കൾച്ചർ മാറ്റണമെങ്കിലോ, അല്ല അത് നന്നായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിലോ ആദ്യം എന്തു ചെയ്യണം? എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കൾച്ചറിനെ മനസ്സിലാക്കണം, അസസ്മെന്റ് നടത്തണം. സിൻസ് കൾച്ചർ cannot be measured through a single indicator, organization use different assessment methods. അപ്പൊ അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു സിംഗിൾ ഇൻഡിക്കേറ്റർ വഴി, ഒരു സിംഗിൾ മെഷർ വഴി നമുക്ക് കൾച്ചറിനെ മുഴുവനായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷൻസ് എങ്ങനെയാണ് അസസ് ചെയ്യുന്നത്? ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ്സുകൾ ഉപയോഗിച്ചാണ് കൾച്ചറിനെ അസസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് അതിന്റെ സ്ട്രെങ്ത്, വീക്ക്നെസ് എന്താണ്, ഇംപ്രൂവ്മെന്റ് വേണ്ട ഏരിയാസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഡിഫറെന്റ് മെത്തേഡ്സുകൾ ഉപയോഗിക്കാറുണ്ട്. എ പ്രോപ്പർ അസസ്മെന്റ് ഫോംസ് ദ ബേസിസ് ഫോർ സക്സസ്ഫുൾ കൾച്ചർ ചേഞ്ച്. അപ്പോൾ ഒരു കൾച്ചറൽ ചേഞ്ചിന്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ പ്രോപ്പർ ആയിട്ട് ആ കൾച്ചറിനെ അസസ് ചെയ്യുക, അസസ്മെന്റ് നടത്തുക എന്നുള്ളതാണ്. ഓക്കെ. അതിൽ ഒന്നാമത്തെ മെത്തേഡ് നമുക്ക് നോക്കാം, എംപ്ലോയി പെർസെപ്ഷൻ സർവേസ്. ഓക്കെ. Employee perception surveys are one of the most common methods of assessing organization culture. ഓർഗനൈസേഷന്റെ കൾച്ചർ അസസ് ചെയ്യാനുള്ള, കൾച്ചറിനെ അളക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എംപ്ലോയി പെർസെപ്ഷൻ സർവേസ്. They collect employees' opinions about leadership, communication, teamwork, innovation and fairness. എന്താണ് എംപ്ലോയി പെർസെപ്ഷൻ സർവേയിൽ നടക്കുന്നത്? ഇവിടെ
അതിൽ ആ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഒപ്പീനിയൻസ്, അവരുടെ എന്താ പറയാ, ലീഡർഷിപ്പിനെ പറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പാറ്റേണിനെ പറ്റിയിട്ടുള്ള, ടീം വർക്കിനെ പറ്റിയുള്ള, ഇന്നോവേഷനെ പറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ ഫെയർനെസ്സിനെ പറ്റിയിട്ടുള്ള, എത്രമാത്രം നീതിയുക്തമായിട്ടാണ് കാര്യങ്ങൾ ഓർഗനൈസേഷനകത്ത് നടക്കുന്നത്, ഇതിനെ പറ്റിയിട്ടൊക്കെയുള്ള അവരുടെ ഒപ്പീനിയൻ കളക്ട് ചെയ്യലാണ് എംപ്ലോയി പെർസെപ്ഷൻ സർവേയിൽ ചെയ്യുന്നത്. The results help managers understand the prevailing culture, compare departments, monitor cultural change, and identify areas that require organizational intervention. അപ്പോൾ ഈ കൾച്ചറൽ ആസ്പെക്റ്റിൽ വരുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി എംപ്ലോയീസിന് അടുത്തൊരു സർവേ നടത്തുന്നു, അവരുടെ ഒപ്പീനിയൻസ് കളക്ട് ചെയ്യുന്നു. അപ്പോൾ ഒപ്പീനിയൻസ് കളക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം, ആ ഓർഗനൈസേഷന്റെ കാര്യം മനസ്സിലാകും. ഇപ്പോഴും നിലനിൽക്കുന്ന കൾച്ചർ എങ്ങനെയുള്ളതാണ്, അല്ലെങ്കിൽ പല പല ഡിപ്പാർട്ട്മെന്റിനെ കമ്പയർ ചെയ്ത് പഠിക്കാൻ സാധിക്കും. അതുപോലെ കൾച്ചറൽ ചേഞ്ച് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയകളിലാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഫങ്ഷൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇടപെടലുകൾ ആവശ്യമായിട്ടുള്ള മേഖലകൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് എംപ്ലോയി പെർസെപ്ഷൻ സർവേസ് ഹെൽപ്പ് ചെയ്യും. അതൊരു മെത്തേഡാണ് എംപ്ലോയി പെർസെപ്ഷൻ മെത്തേഡ്സ്. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, അതൊന്ന് ജസ്റ്റ് വായിച്ചാൽ മതി, നന്നായിട്ട് മനസ്സിലാകും. രണ്ടാമത്തെ മെത്തേഡാണ് ഇന്റർവ്യൂസ് ആൻഡ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. ഇന്റർവ്യൂ നടത്തുക അല്ലെ, പേരിൽ തന്നെ ഉണ്ട് എന്താണ് ആ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. Interviews and open-ended questionnaires allow employees to share their experiences, opinions and perceptions freely. ഇപ്പോൾ ഓരോ ജോലിക്കാരെയും വിളിച്ച് ഇന്റർവ്യൂ നടത്തി ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. എന്താണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അവർക്ക് അവരുടെ ഇപ്പോ ആറ്റിറ്റ്യൂഡ്, ആ ഒരു ചോദ്യത്തിനെ പറ്റി അവർക്ക് അവരുടേതായ രീതിക്ക് ആൻസർ പറയാനുള്ള ഫ്രീഡം ഉണ്ട്. ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പോലെയല്ല. അവര് ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇവിടെ നിൽക്കുന്ന സാലറി സ്കെയിലിനെ പറ്റി, നമ്മുടെ ഓർഗനൈസേഷൻ നിലനിൽക്കുന്ന സാലറി സ്കെയിലിനെ പറ്റി, അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ മുന്നോട്ട് വയ്ക്കുന്ന വാല്യൂ സിസ്റ്റം, അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ ഉയർത്തിപ്പിടിക്കുന്ന വിഷൻ, ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫേവറബിൾ ആയിട്ടുള്ള രീതിക്ക് പറയാം, ഫേവറബിൾ ആയിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ അത് പറയാം, ഇമ്പ്രൂവ്മെന്റ് എന്തെങ്കിലും സജഷൻസ് ഫോർ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ അത് സംസാരിക്കാം. അപ്പോൾ വളരെ ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസും ഒപ്പീനിയൻസും അവർ കാര്യങ്ങളെ മനസ്സിലാക്കുന്ന രീതിയൊക്കെ വളരെ ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യലാണ് ഇന്റർവ്യൂ ആൻഡ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന മെത്തേഡിൽ നടക്കുന്നത്. These methods help identify the values, beliefs and assumptions that influence employee behavior, that is culture. കൾച്ചറിനെ മനസ്സിലാക്കാനായിട്ട് ഈ മെത്തേഡ് സഹായിക്കും. They are especially useful for understanding aspects of culture that may not be visible through formal surveys or organization documents. ഇപ്പോൾ ഒരു സർവേ നടത്തിയാൽ കിട്ടുന്നതിലുപരി, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനകത്തുള്ള ഡോക്യുമെന്റ്സിൽ നിന്ന് കിട്ടുന്ന ഡേറ്റയേക്കാൾ ഉപരി ഇങ്ങനത്തെ ഡയറക്റ്റ് ഇന്റർവ്യൂ പ്ലസ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യനുകൾ വഴി ഒരുപാട് എന്താ പറയുക, ഇൻഡെപ്ത് ആയിട്ടുള്ള കൾച്ചറിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തതാണ് സ്റ്റോറി, സിംബൽസ്, റിച്വൽസ് ആൻഡ് കോർപ്പറേറ്റ് ഫിലോസഫി. ഇതൊക്കെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അനാലിസിസ് ആണ് ഇതിന്റെയൊക്കെ അനാലിസിസ് ഓഫ് സ്റ്റോറി, സിംബൽസ്, റിച്വൽസ് ആൻഡ് കോർപ്പറേറ്റ് ഫിലോസഫി. സ്റ്റോറി, സിംബൽസ്, റിച്വൽസ് ആൻഡ് സെറിമണീസ് റിഫ്ലക്ട് ദ വിസിബിൾ ആസ്പെക്ട് ഓഫ് ഓർഗനൈസേഷണൽ കൾച്ചർ. നമ്മൾ ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ യൂണിറ്റ് എന്താണ് ഓർഗനൈസേഷൻ കൾച്ചർ, അതിന്റെ ഡിഫറെന്റ് കമ്പോണൻസ് എന്തൊക്കെയാണ്, അതിന്റെ വിസിബിൾ ആയിട്ടുള്ള ആസ്പെക്ട് എന്താണ്. ഒരു ഓർഗനൈസേഷന്റെ കൾച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന, കേൾക്കാൻ പറ്റുന്ന, ഫിസിക്കലായിട്ട് അറിയാൻ പറ്റുന്ന ചില കാര്യങ്ങളും ഒരു ഓർഗനൈസേഷന്റെ കൾച്ചറിന്റെ ഭാഗം തന്നെയാണ് അല്ലെ. ഫോർ എക്സാമ്പിൾ റിച്വൽസ് ആഘോഷിക്കുന്ന രീതി, അല്ലെങ്കിൽ അതിന്റെ ഒരു ആ കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇന്റീരിയർ സെറ്റപ്പ്, അല്ലെങ്കിൽ അതിന്റെ ലോഗോ, ഇതൊക്കെ അതിന്റെ വിസിബിൾ ആസ്പെക്ട് ഓഫ് കൾച്ചർ ആണ് അല്ലെ. അപ്പൊ ഇതിനെയൊക്കെ അനലൈസ് ചെയ്യുക വഴി ആ കൾച്ചറിനെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കും. ഓഫീസിന്റെ ഡിസൈൻ, അല്ലെങ്കിൽ ഡ്രസ് കോഡ്, ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന ഇവന്റ്സ്, സക്സസ് സ്റ്റോറീസ്, കമ്മ്യൂണിക്കേറ്റ് ദ ഓർഗനൈസേഷൻസ് വാല്യൂസ് ആൻഡ് ഐഡന്റിറ്റി. ഇതൊക്കെ എന്താണ് കാണിക്കുന്നത്, ആ ഓർഗനൈസേഷൻ ഉയർത്തിപ്പിടിക്കുന്ന ഓർഗനൈസേഷന്റെ മൂല്യങ്ങളും അതിന്റെ ഐഡന്റിറ്റിയാണ് കാണിക്കുന്നത്. മിഷൻ സ്റ്റേറ്റ്മെന്റ്സ്, വിഷൻ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് കോഡ്സ് ഓഫ് എത്തിക്സ് ഓൾസോ റിവീൽ ദ പ്രിൻസിപ്പിൾസ് ദാറ്റ് ഓർഗനൈസേഷൻ ഇന്റൻസ് ടു അപ്ഹോൾഡ്. അപ്പൊ വിഷൻ സ്റ്റേറ്റ്മെന്റ്സ് നമ്മളിപ്പോ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണില്ലേ, ഒരു അവരുടെ വിഷൻ എന്താണെന്ന് വളരെ കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ്സിൽ കൂടെ നമുക്ക് ആ കൾച്ചറിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഇങ്ങനെ കാണാൻ സാധിക്കുന്ന ഒബ്സർവബിൾ ആയിട്ടുള്ള, നമ്മൾ അതിനെ ഒബ്സർവബിൾ ആർട്ടിഫാക്ട്സ് എന്നാണ് പറയുന്നത് അല്ലെ. എക്സാമിനിങ് ദീസ് ആർട്ടിഫാക്ട്സ് ഇനേബിൾസ് എ കോംപ്രഹെൻസീവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഓർഗനൈസേഷൻസ് കൾച്ചർ. അപ്പോൾ
ഇങ്ങനത്തെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ മനസ്സിലാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ഓർഗനൈസേഷന്റെ കൾച്ചറിനെ പറ്റി വളരെ എന്താ പറയാ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഐഡിയ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കലാണ്. അടുത്ത മെത്തേഡാണ് ഒബ്സർവേഷൻ, എക്സാമിനേഷൻ ഓഫ് കോർപ്പറേറ്റ് ഫിലോസഫി സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് എക്സാമിനേഷൻ ഓഫ് കോർപ്പറേറ്റ് ഫിലോസഫി സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പോൾ കോർപ്പറേറ്റ് ഫിലോസഫി സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ മിഷൻ സ്റ്റേറ്റ്മെന്റ്, വിഷൻ സ്റ്റേറ്റ്മെന്റ്സ്, കോഡ് ഓഫ് എത്തിക്സ്, നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ്. ഇവയൊക്കെ ഒരു ഓർഗനൈസേഷന്റെ എക്സ്പൗസ്ഡ് കൾച്ചറിനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് രീതിക്ക് എക്സ്പൗസ്ഡ് കൾച്ചറും ഉണ്ട്, ഇനാക്റ്റഡ് കൾച്ചറും ഉണ്ട്, ഇനാക്റ്റഡ് വാല്യൂസും ഉണ്ട്. സോറി, എക്സ്പോസ്ഡ് കൾച്ചർ വാല്യൂസും ഇനാക്റ്റഡ് വാല്യൂസും ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന മിഷൻ സ്റ്റേറ്റ്മെന്റ്, വിഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഓർഗനൈസേഷന്റെ എക്സ്പോസ്ഡ് വാല്യൂസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ ദേ ഇൻഡിക്കേറ്റ് ദ വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ദാറ്റ് ആൻ ഓർഗനൈസേഷൻ പബ്ലിക്ലി ക്ലെയിംസ് ടു അപ്ഹോൾഡ്. അപ്പൊ പൊതുവിൽ എന്താണ് നമ്മുടെ ഓർഗനൈസേഷന്റെ നിലനിൽപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് എക്സ്പോസ്ഡ് വാല്യൂസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഡിസ്ക്രിപ്പൻസി കിട്ടും. അപ്പൊ നമ്മൾ പറഞ്ഞാൽ എക്സ്പോസ്ഡ് വാല്യൂസും ഇനാക്റ്റഡ് വാല്യൂസും തമ്മിൽ ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടാവാം. എന്നാൽ പോലും ഈ സ്റ്റേറ്റ്മെന്റ്സ് പ്രൊവൈഡ് എ വാല്യുബിൾ റെഫറൻസ് പോയിന്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ ഓർഗനൈസേഷണൽ കൾച്ചറൽ ഫ്രെയിംവർക്ക്. അപ്പോൾ ഈ വിഷൻ സ്റ്റേറ്റ്മെന്റ്സും മിഷൻ സ്റ്റേറ്റ്മെന്റ്സും ഒക്കെ ഓർഗനൈസേഷന്റെ കൾച്ചറിനെ മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെത്തേഡുകളാണ്. ഇനി അടുത്ത അഞ്ചാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ആൻഡ് എത്നോഗ്രഫി. Participant observation and ethnographic studies involve immersing the assessor within the organization to experience its routines, practices, and social interactions firsthand. പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ആ ഓർഗനൈസേഷനിൽ നടക്കുന്ന ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ പങ്കെടുത്തുകൊണ്ട് ആ ഓർഗനൈസേഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കൾച്ചറിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ അലൗസ് ഡയറക്റ്റ് ഒബ്സർവേഷൻ, അല്ലെ, ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങളെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. യൂണിഫോം നോംസിനെ മനസ്സിലാക്കാൻ, ഡെയിലി നടക്കുന്ന ഇന്ററാക്ഷനെ മനസ്സിലാക്കാൻ, പവർ ഡൈനാമിക്സ് ഒക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അറ്റ് ദ സെയിം ടൈം എത്നോഗ്രഫി എക്സ്റ്റെൻസ് ദിസ് അപ്രോച്ച് ഓവർ ലോങ്ങർ പീരിയഡ്സ് ടു ക്യാപ്ചർ അൺറിട്ടേൺ റൂട്ട്സ്, സബ് കൾച്ചേഴ്സ് എക്സെട്ര. അപ്പൊ നമ്മൾ പറഞ്ഞത് അറ്റ് ദ സെയിം ടൈം എത്നോഗ്രഫി എക്സ്റ്റെൻസ് ദിസ് അപ്രോച്ച് ഓവർ ലോങ്ങർ പീരീഡ്സ് ടു ക്യാപ്ചർ അൺറിട്ടേൺ റൂൾസ്, സബ് കൾച്ചേഴ്സ് ആൻഡ് സോഷ്യൽ ഡൈനാമിക്സ് ഇൻ ഡെപ്ത്. എത്നോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ എന്താ പറയാ ആൾക്കാരുടെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന്റെ ജീവിത രീതികളെ പറ്റിയും അവരുടെ കൾച്ചറിനെ പറ്റിയും അവരുടെ സംസ്കാരത്തെ പറ്റിയും ആചാരങ്ങളെയൊക്കെ പറ്റി പഠിക്കുന്ന ഒരു ഒരു പഠന രീതിയാണ് എത്നോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൽ എത്നോഗ്രഫി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ടുള്ള കുറച്ച് ലോങ്ങർ പീരീഡിൽ നടക്കുന്ന ഒരു സ്റ്റഡിയാണ്. അപ്പോൾ എത്നോഗ്രഫി എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന കൾച്ചറിനെ പറ്റി മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ആറാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കൾച്ചറൽ ഓഡിറ്റ്സ്. നമ്മുടെ സ്ലൈഡിൽ അത് ഒന്നായിട്ട് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ PDF ടെക്സ്റ്റ് ബുക്കിനകത്ത് കറക്റ്റ് ആയിട്ട് ആ മെത്തേഡുകൾ വിവരിക്കുന്നുണ്ട്. ആറാമത്തത് കൾച്ചറൽ ഓഡിറ്റ്സ്. കൾച്ചറൽ ഓഡിറ്റ്സ് ആർ ഫോർമൽ സ്ട്രക്ചേർഡ് ഇവാലുവേഷൻസ് ഓഫൻ കണ്ടക്റ്റഡ് ബൈ എക്സ്റ്റേണൽ കൺസൾട്ടൻസ്. അപ്പോൾ ഓഡിറ്റുകൾ നടത്താറുണ്ട്. കൾച്ചറൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? structured evaluations ആണ്. That systematically identify cultural strength, gap and misalignments with the organization strategy. ഒരു എക്സ്റ്റേണൽ പാർട്ടിയാണ് ശരിക്കും കൾച്ചറൽ ഓഡിറ്റ് നടത്തുന്നത്. കൾച്ചറൽ ഓഡിറ്റ് വഴി ചെയ്യുന്നത് എന്താണ്? ആ കൾച്ചർ, അവിടെ നിലനിൽക്കുന്ന കൾച്ചറിനെ കൂടുതൽ മനസ്സിലാക്കുക, ആ കൾച്ചറിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്യാപ്പുകൾ ഉണ്ടോ, മിസ്അലൈൻമെന്റ്സ് ഉണ്ടോ, ഓർഗനൈസേഷൻ സ്ട്രാറ്റജിയുമായിട്ട് ഒത്തുചേർന്ന് പോകുന്നുണ്ടോ അവിടുത്തെ കൾച്ചർ എന്ന് മനസ്സിലാക്കുന്നതിനെയാണ്, അതിനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? കൾച്ചറൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. These audits typically integrate interviews, surveys, document review, observation to provide a comprehensive picture of the organization culture. ഇപ്പൊ കൾച്ചറൽ ഓഡിറ്റ് ഞാൻ പറഞ്ഞു ഒരു എക്സ്റ്റേണൽ പാർട്ടി ആയിരിക്കും കൾച്ചറൽ ഓഡിറ്റ് നടത്തുന്നത്. അപ്പൊ എല്ലാത്തരം ഡോക്യുമെന്റ്സ്, ഇന്റർവ്യൂസ് നോക്കും, ഈ സർവേസും അതുപോലെ ഓർഗനൈസേഷനകത്തുള്ള ഡോക്യുമെന്റ്സ് ഇതെല്ലാം റിവ്യൂ ചെയ്തിട്ടാണ് ഓർഗനൈസേഷന്റെ കൾച്ചറും അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ഗോളുമായിട്ട് അലൈൻ ചെയ്ത് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. കൾച്ചറൽ ഓഡിറ്റ്സ് ആർ പർട്ടിക്കുലർലി യൂസ്ഫുൾ ഓർഗനൈസേഷൻ സീക്കിംഗ് ടു ഇംപ്ലിമെന്റ് സ്ട്രാറ്റജിക് ചേഞ്ച്. അപ്പോൾ കൾച്ചറിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആ കൾച്ചറിനെ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡാണ് കൾച്ചറൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്തത് ഫോക്കസ് ഗ്രൂപ്പ്സ്. ഫോക്കസ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോക്കസ് ഗ്രൂപ്പ്സ് കൺസിസ്റ്റ് ഓഫ് സ്മോൾ ഗൈഡഡ് ഡിസ്കഷൻസ് with employees from different levels of departments. They provide an interactive method to explore perception, identify emerging cultural issues, and uncover subcultural differences.
ഓക്കെ. ഈ ഫോക്കസ് ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഗനൈസേഷനിൽ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കുന്ന ഒരു ചെറിയ കൂട്ടം ആളുകളുടെ ഒരു മീറ്റിങ്ങിനെയാണ് ശരിക്കും ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. ഒരു 6 to 10 മെമ്പേഴ്സ് ഒക്കെ അംഗങ്ങളായിട്ടുള്ള ചെറിയൊരു ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ ആ ഓർഗനൈസേഷന്റെ വ്യക്തമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഇഷ്യൂവിനെ പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നായിരിക്കും ഈ ആൾക്കാരെ തെരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടെത്തുക, അല്ലെങ്കിൽ എന്താ പറയുക പോളിസിയായിട്ട് ബന്ധപ്പെട്ട ഡിസിഷൻസ് എടുക്കുക, ഇതൊക്കെയാണ്. ഫോക്കസ് ഗ്രൂപ്പ് എൻകറേജ് എംപ്ലോയീസ് ഫ്രം ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ടു ഡിസ്കസ് ഓർഗനൈസേഷൻ ഇഷ്യൂസ്. അപ്പോൾ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സെലക്ടഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ഗ്രൂപ്പാണ് എന്ത് ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Focus groups are particularly valuable for generating rich qualitative insights and for exploring employee sentiment in a collaborative way. അപ്പോൾ ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള എന്താ പറയുക കുറച്ച് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻസൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഗ്രൂപ്പിനെയാണ് ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് സ്റ്റാൻഡർഡൈസ്ഡ് ടൂൾസ്. സ്റ്റാൻഡർഡൈസ്ഡ് കൾച്ചർ അസസ്മെന്റ് ടൂൾസ്. ചില ടൂളുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് കൾച്ചറിനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ഒന്നാമത്തേതാണ് ഓർഗനൈസേഷണൽ കൾച്ചർ അസസ്മെന്റ് ഇൻസ്ട്രുമെന്റ് OCAI എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ട്. ദെൻ ഡെനിസൺ ഓർഗനൈസേഷണൽ കൾച്ചർ സർവേ എന്നതൊരു ടൂളാണ്. പ്രൊവൈഡ് ക്വാണ്ടിറ്റേറ്റീവ് ഫ്രെയിംവർക്സ് ഫോർ ഇവാലുവേറ്റിംഗ് കൾച്ചർ. Okay, these tools measure specific cultural dimensions and can be linked to performance outcome. അപ്പോൾ കൾച്ചറിന്റെ വിവിധ ഡയമെൻഷൻസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സയന്റിഫിക് ടൂൾസ് ആണ് ഓർഗനൈസേഷണൽ കൾച്ചർ അസസ്മെന്റ് ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഡെനിസൺ ഓർഗനൈസേഷണൽ കൾച്ചർ സർവേ പോലുള്ള ടൂളുകൾ. അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള ടൂളുകൾ വെച്ചുകൊണ്ട് നമുക്ക് കൾച്ചറിനെ അസസ് ചെയ്യാം എന്നുള്ളതാണ്. സ്റ്റാൻഡർഡൈസ്ഡ് അസസ്മെന്റ്സ് ആർ വൈഡ്ലി റെക്കഗ്നൈസ്ഡ് ആൻഡ് ഓഫൺ യൂസ്ഡ് ഇൻ ലാർജ് ഓർഗനൈസേഷൻ ഫോർ ഫോർമൽ കൾച്ചർ ഡയഗ്നോസിസ്. പക്ഷെ ഇതിന്റെയൊക്കെ ഒരു ഉപയോഗം ഈ ടൂളുകൾ വെച്ച് കൾച്ചറിനെ അസസ് ചെയ്യുന്നത് എസ്പെഷ്യലി ലാർജ് സ്കെയിൽ ഓർഗനൈസേഷൻസ് ഒക്കെ ആയിരിക്കും കേട്ടോ. അവരുടെ ഒരു ഫോർമൽ കൾച്ചറൽ ഡയഗ്നോസിസിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ് ഈ സ്റ്റാൻഡർഡൈസ്ഡ് ടൂൾസ് എന്നുള്ളത്. ദെൻ സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ്. സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ് എക്സാമിൻസ് പാറ്റേൺസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ റിലേഷൻഷിപ്പ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനകത്ത് നിലനിൽക്കുന്ന കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പാറ്റേൺസിനെ മനസ്സിലാക്കുന്നതാണ് സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറഞ്ഞ മെത്തേഡിൽ കൂടെ ചെയ്യുന്നത്. ബൈ മാപ്പിംഗ് ഇൻഫോർമൽ നെറ്റ്വർക്ക്സ് കൊളാബറേഷൻ ഹബ്സ് ആൻഡ് ഐസൊലേറ്റഡ് ഗ്രൂപ്പ്സ്, ദിസ് മെത്തേഡ് ഐഡന്റിഫൈസ് ഹൗ കൾച്ചർ സ്പ്രെഡ്സ്, ഹൈലൈറ്റ്സ് ഏരിയാസ് ഓഫ് ഇൻഫ്ലുവൻസ് ആൻഡ് പൊട്ടൻഷ്യൽ മിസ്അലൈൻമെന്റ്സ് എക്സെട്ര. അപ്പം എന്താ പറയാ ഈ സോഷ്യൽ നെറ്റ്വർക്ക് അനലൈസ് ചെയ്യുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഇൻഫോർമൽ ആയിട്ടുള്ള ഈ കൾച്ചർ എവിടെയൊക്കെയാണ് ഇൻഫോർമൽ നെറ്റ്വർക്സിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനാണ് സോഷ്യൽ നെറ്റ്വർക്കുകൾ അനലൈസ് ചെയ്യുന്നത്. Then behavioral observation and performance metrics. Behavioral observation involves examining how employees act and മേക്ക് ഡിസിഷൻസ് ഇൻ പ്രാക്ടീസ്. ആൾക്കാരുടെ പെരുമാറ്റ രീതികൾ ഒബ്സർവ് ചെയ്യുന്നത് വഴി അതുപോലെ അപ്പോൾ ഒബ്സർവ് ചെയ്യുമ്പോൾ എന്താണ് അതിനകത്ത് കിട്ടുന്ന ഒരു ഔട്ട്കം, ആ കൾച്ചറും അല്ലെങ്കിൽ ഔട്ട്കവുമായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അസസ്മെന്റ് നടത്താം അല്ലെ. അപ്പോൾ ആൾക്കാരുടെ പെരുമാറ്റ രീതികളെ പറ്റി പഠിക്കുക എന്നുള്ളതാണ്, അല്ലെ പെരുമാറ്റ രീതികൾ ഒബ്സർവ് ചെയ്യുക. ഒബ്സർവിങ് കൊളാബറേഷൻ, റിസ്ക് ടേക്കിംഗ്, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പാറ്റേൺസ് ഹൈലൈറ്റ്സ് ഹൗ കൾച്ചറൽ വാല്യൂസ് ആർ ഇനാക്റ്റഡ് ഇൻ ഡെയിലി വർക്ക്. അപ്പൊ എങ്ങനെയാണ് കൾച്ചറൽ വാല്യൂസ് ഡെയിലി ലൈഫിൽ നടക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത് ബിഹേവിയറൽ ഒബ്സർവേഷൻ കൂടെ. ബിഹേവിയറൽ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ മേഖലകളിലാണ്? ഡിസിഷൻ എടുക്കുന്ന രീതി, അതുപോലെ റിസ്കുകൾ എടുക്കുന്ന റിസ്ക് ടേക്കിംഗ് ബിഹേവിയറിനെ അനലൈസ് ചെയ്യുന്നത് വഴി, കോൺഫ്ലിക്റ്റുകൾ എങ്ങനെയാണ് റിസോൾവ് ചെയ്യുന്നത് എന്ന് ഒബ്സർവ് ചെയ്യുന്നത് വഴി, തീരുമാനങ്ങൾ എടുക്കുന്നത് വഴിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആ കൾച്ചറിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ബിഹേവിയറൽ ഒബ്സർവേഷനിൽ കൂടെ. ദെൻ എക്സ്റ്റൻഡഡ് ഡോക്യുമെന്റ് ആൻഡ് ആർട്ടിഫാക്ട് റിവ്യൂ. An extended document and artifact review goes beyond corporate statements to include internal memos, newsletters, intranet content and training manuals. ഇപ്പോൾ അതായത് ഓർഗനൈസേഷനകത്ത് നിലനിൽക്കുന്ന മെമ്മോസ്, ന്യൂസ് ലെറ്റേഴ്സ്, ഇതൊക്കെ അനലൈസ് ചെയ്യാന്നുള്ളതാണ് എക്സ്റ്റൻഡഡ് ഡോക്യുമെന്റ്സ്. അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡോക്യുമെന്റ് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ഇതിന്റെ ഒരു ഗുണം? ദീസ് മെറ്റീരിയൽസ് റിവീൽസ്
സട്ടിൽ ക്യൂസ് അബൌട്ട് ഓർഗനൈസേഷൻ പ്രയോറിറ്റീസ്, ഇംപ്ലിസിറ്റ് നോംസ് ആൻഡ് ഇൻഫോർമൽ വാല്യൂസ്. അപ്പോൾ ഈ ഡോക്യുമെന്റ് റിവ്യൂ ചെയ്യുന്നത് വഴി സംഭവിക്കുന്നത് എന്താണ്? ആ ഓർഗനൈസേഷന്റെ ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള, എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള അല്ല, ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള നിയമങ്ങളെ പറ്റിയും നോംസിനെ പറ്റിയും ഒക്കെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന്റെ പ്രയോറിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഓർഗനൈസേഷണൽ കൾച്ചറിനെ അസസ് ചെയ്യാനായിട്ടുള്ള ഡിഫറെന്റ് മെത്തേഡ്സ്. ഇനി നമ്മൾ എന്താ അടുത്തത് പഠിക്കാൻ പോകുന്നത്? മാനേജിങ് ആൻഡ് ചേഞ്ചിങ് ഓർഗനൈസേഷണൽ കൾച്ചർ. ഓർഗനൈസേഷൻ കൾച്ചർ ബിക്കംസ് ഡീപ്ലി റൂട്ടഡ് ഓവർ ടൈം ആൻഡ് നാച്ചുറലി റെസിസ്റ്റ് ടു ചേഞ്ച്, അല്ലെ? ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങളുടെ ഫലമായിട്ടൊക്കെ ഓർഗനൈസേഷനിൽ ചിലപ്പോൾ വർഷങ്ങളായിട്ടുള്ള ഒരു കൾച്ചർ ആയിരിക്കും. അപ്പൊ അതിലൊരു ചേഞ്ച് വരുത്തുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നാച്ചുറൽ ആയിട്ടും അതിനകത്ത് റെസിസ്റ്റൻസ് സംഭവിക്കാം, അല്ലെ? ഹൗഎവർ culture change become necessary when existing values and practices no longer support organizational goals. അപ്പോൾ കൾച്ചറൽ ചേഞ്ച്, വർഷങ്ങളായിട്ട് നിലനിന്ന് പോകുന്ന ഒരു കൾച്ചറൽ ചേഞ്ച് വരുത്തുക എന്നതുകൊണ്ട് ചേഞ്ച് വരുത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ നാച്ചുറലി റെസിസ്റ്റൻസ് ഉണ്ടാവും, അല്ലേ? നമ്മളൊക്കെ ആണെങ്കിൽ ആരാണെങ്കിലും ഒരു വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മെത്തേഡ്, അതിൽ നിന്ന് മാറ്റം വരിക എന്ന് പറയുമ്പോൾ കൂടുതൽ ആൾക്കാരും പെട്ടെന്ന് അതിനോട് റെസിസ്റ്റൻസ് കാണിക്കുകയായിരിക്കും നാച്ചുറലി ചെയ്യുന്നത്, അല്ലെ? അപ്പൊ കൾച്ചർ പക്ഷെ കൾച്ചറൽ ചേഞ്ച് നെസസറി ആവുന്നത് എപ്പോഴാണ്? ഇപ്പോൾ പ്രസന്റ് നിലനിൽക്കുന്ന ആ കൾച്ചർ, അല്ലെങ്കിൽ അതിന്റെ വാല്യൂസ്, അല്ലെങ്കിൽ അത് നമ്മുടെ കമ്പനിയുടെ പ്രാക്ടീസസ് ഓർഗനൈസേഷന്റെ ഗോളിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള ഒരു സാഹചര്യം വരുമ്പോഴാണ് ഓർഗനൈസേഷന്റെ കൾച്ചറിൽ ചേഞ്ച് വരുത്തേണ്ട ആവശ്യകത വരുന്നത്. ഓക്കെ, അപ്പോൾ റെസ്പോണ്ട് ഇഫക്റ്റീവ്ലി ടു ചേഞ്ചസ് ഇൻ ദ ബിസിനസ് എൻവയോൺമെന്റ്, അല്ലെങ്കിൽ ബിസിനസ് എൻവയോൺമെന്റിൽ വരുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ച് ആ മാറ്റങ്ങളോട് റെസ്പോണ്ട് ചെയ്യാനായിട്ട്, കാര്യക്ഷമമായി റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൾച്ചറിൽ ചേഞ്ച് വരുത്തേണ്ടത് ഒരു അനിവാര്യതയായി തീരുകയാണ് ചെയ്യുന്നത് പലപ്പോഴും. ഓക്കെ, സക്സസ്ഫുൾ കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ റിക്വയർ സ്ട്രാറ്റജിക് പ്ലാനിങ്, കമ്മിറ്റഡ് ലീഡർഷിപ്പ് ആൻഡ് ആക്റ്റീവ് എംപ്ലോയി പാർട്ടിസിപ്പേഷൻ. അപ്പോൾ കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ സക്സസ്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കണം? പ്ലാനിങ്, വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടാവണം, കമ്മിറ്റഡ് ആയിട്ടുള്ള ലീഡർഷിപ്പ് കമ്പനിയിൽ ഉണ്ടാവണം, എംപ്ലോയീസ് നല്ല ആക്റ്റീവായിട്ട് അതിനകത്ത് പങ്കെടുക്കണം. നീഡ് ഫോർ ഓർഗനൈസേഷണൽ കൾച്ചർ ചേഞ്ച്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, കൾച്ചറിൽ ഒരു ചേഞ്ച് വരിക എന്നുള്ളത് അതിന്റെ ആവശ്യകത എന്താണ്? ഓർഗനൈസേഷൻ കൾച്ചർ ചേഞ്ച്. Culture change is often required when organization experience declining performance, increased competition, technological advancements or financial difficulties. ഈ സാഹചര്യങ്ങളിലൊക്കെയാണ് നിലനിൽക്കുന്ന കൾച്ചറിൽ ചേഞ്ച് വേണം എന്നുള്ള ആവശ്യകത ഉണ്ടാകുന്നത്. ഓർഗനൈസേഷൻ പെർഫോമൻസ് കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ വളരെ കൂടുന്നു, ടെക്നോളജിയിൽ വളരെ വിപുലമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ, ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുന്നു. അതുപോലെ തന്നെ mergers, acquisitions and changing customers' expectation may also require organization to modify culture. ഇപ്പോൾ ചിലപ്പോൾ ഏറ്റെടുക്കലുകൾ, അല്ലെങ്കിൽ അക്യൂസിഷൻസ്, അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയോട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ട്, മേർജ് ചെയ്യാനായിട്ട് തീരുമാനിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതൊന്നും അല്ല, കസ്റ്റമേഴ്സിന്റെ താല്പര്യങ്ങൾ, അവരുടെ ചോയ്സസ്, അവരുടെ ടേസ്റ്റ് മാറുമ്പോൾ ഇതിനൊക്കെ അനുസരിച്ച് ഓർഗനൈസേഷൻ അതിന്റെ കൾച്ചർ മോഡിഫൈ ചെയ്യേണ്ടി വരും. These situations create urgency and encourage employees to accept the need for change. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നാൽ എന്താണ്? തീർച്ചയായിട്ടും എംപ്ലോയീസ് ആ നീഡ് ഫോർ ചേഞ്ച് എന്നുള്ളത് മനസ്സിലാക്കണം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഓർഗനൈസേഷനകത്ത് ചേഞ്ച് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്മളിപ്പോൾ നമ്മുടെ ഓർഗനൈസേഷന്റെ കൾച്ചർ ചേഞ്ച് ചെയ്യാൻ പോകുന്നു കേട്ടോ. അപ്പോൾ ഒരു ചേഞ്ചിനോട് എല്ലാവരും എന്തിനു വേണ്ടിയിട്ടാണ് ചേഞ്ച് നമ്മൾ നീഡ് ഫോർ ചേഞ്ച് പറഞ്ഞു. അപ്പൊ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷന്റെ കൾച്ചർ ചേഞ്ച് ചെയ്യാം. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ക്രിയേറ്റിംഗ് എ സെൻസ് ഓഫ് എർജൻസി. എന്താണ്? The first step in changing organizational culture is helping employees understand why change is necessary. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. എന്തിനാണ് കൾച്ചറിൽ ചേഞ്ച് വരുത്തുന്നത്, ഒരു ചേഞ്ചിന്റെ ആവശ്യകത ഇപ്പോൾ എന്താണ് എന്ന് ആ ഓർഗനൈസേഷന്റെ എംപ്ലോയീസിനെ മനസ്സിലാക്കി കൊടുക്കലാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. Okay, leaders should communicate organizational challenges, explain the risks of maintaining the current culture and highlight the benefits of adopting new values. അപ്പോൾ ഇത് ആരുടെ ജോലിയാണ് ഇത് മനസ്സിലാക്കി കൊടുക്കേണ്ടത്? എംപ്ലോയീസിനെ ഡയറക്റ്റ് ആയിട്ട് എംപ്ലോയീസിനെ സൂപ്പർവൈസ് ചെയ്യുന്നത് ലീഡേഴ്സ് ആണ്. അപ്പോൾ ലീഡേഴ്സ് ആണ് ഇത് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. എങ്ങനെയാണ് മനസ്സിലാക്കി കൊടുക്കുന്നത്? ലീഡേഴ്സ് ഷുഡ് കമ്മ്യൂണിക്കേറ്റ് ഓർഗനൈസേഷണൽ ചാലഞ്ചസ്.
നമ്മുടെ ഓർഗനൈസേഷൻ, നമ്മുടെ കമ്പനി കടന്നു പോകുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ നിലനിൽക്കുന്ന കൾച്ചറിന്റെ റിസ്ക് സാധ്യതകൾ എന്തൊക്കെയാണ്, ഇനി പുതിയൊരു കൾച്ചർ അഡോപ്റ്റ് ചെയ്യുമ്പോൾ അതുവഴി കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യണം, എംപ്ലോയീസിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, എ സ്ട്രോങ് സെൻസ് ഓഫ് urgency reduces resistance and encourages employees to support the change process. എന്താണ് ഇങ്ങനെ എംപ്ലോയീസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യിപ്പിക്കേണ്ടതിന്റെ നീഡ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ചേഞ്ച് എന്ന് കേൾക്കുമ്പോഴേ ആൾക്കാർ പൊതുവെ അതിനോട് റെസിസ്റ്റൻസ് കാണിക്കാനുള്ള ഒരു നാച്ചുറൽ ടെൻഡൻസി ഉണ്ട്. പക്ഷേ ഈ ചേഞ്ചിന്റെ ആവശ്യകത അല്ലെങ്കിൽ അതിന്റെ ഏർജൻസി അവരെ മനസ്സിലാക്കിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തു നിന്നുള്ള റെസിസ്റ്റൻസ് കുറയും. ഇതിനു വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത്? ചേഞ്ചിങ് ലീഡേഴ്സ് ആൻഡ് കീ മെമ്പേഴ്സ്. ലീഡർഷിപ്പ് പ്ലേസ് എ മേജർ റോൾ ഇൻ ഷേപ്പിംഗ് ഓർഗനൈസേഷൻ കൾച്ചർ. നമുക്കറിയാം, when existing leaders resist change, organization may appoint new leaders who support the desired culture. ഒന്നും നോക്കണ്ട, ഇപ്പോഴത്തെ ലീഡേഴ്സ് നമ്മുടെ ഒരു കൾച്ചറൽ ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ലീഡേഴ്സിനെ തന്നെ അങ്ങ് മാറ്റി കളഞ്ഞേക്കുക. അതുവഴി മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പുതിയ നല്ല ലീഡേഴ്സിനെ കൊണ്ടുവന്നാൽ മാത്രമേ ഒരു ഡിസൈഡ് കൾച്ചർ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. Replacing influential individuals who oppose change helps create confidence among employees and demonstrates ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ്. അപ്പോൾ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഒക്കെ ആയിരിക്കും ചില ലീഡർഷിപ്പ് പൊസിഷൻസിൽ ഇരിക്കുന്നത്, പക്ഷെ അവർ ചേഞ്ചിനോട് ഒപ്പോസ് ചെയ്യുകയും ചെയ്യും അല്ലെ. പക്ഷെ അപ്പോൾ എന്താ പറയാ, അങ്ങനെയുള്ള ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ലീഡേഴ്സ് ആണെങ്കിൽ പോലും അവരെ എന്ത് ചെയ്യണം, അവരെ റീപ്ലേസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഒരു ട്രാൻസ്ഫോർമേഷൻ, കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? റോൾ മോഡലിംഗ്. എംപ്ലോയീസ് ഓഫൻ ഫോളോ ദ ബിഹേവിയർ ഡെമോൺസ്ട്രേറ്റഡ് ബൈ ദർ ലീഡേഴ്സ് അല്ലെ. ലീഡേഴ്സ് എന്താണ് കാണിക്കുന്നത് അതുപോലെ പെരുമാറാനാണ് എംപ്ലോയീസ് സാധാരണ ശ്രമിക്കാറ്. Therefore, managers must act as role models by consistently displaying the values and behaviors they expect from employees. അപ്പോൾ എംപ്ലോയീസ് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്ത് ചെയ്യണം, ലീഡേഴ്സ് അത് അങ്ങനെ ആക്ട് ചെയ്യണം. ആദ്യം ലീഡേഴ്സ് അങ്ങനെ പെരുമാറിയെങ്കിൽ മാത്രമേ ആ ലീഡറിന്റെ ബിഹേവിയർ കണ്ടിട്ട് എംപ്ലോയീസും അതേ രീതിയിൽ പെരുമാറുകയുള്ളൂ. Ethical leadership, teamwork, innovation, and accountability become part of organization culture. When leaders practice these values in their daily activities, subordinates will naturally follow that. അപ്പോൾ ഓർഗനൈസേഷന്റെ ലീഡേഴ്സ് എന്ന് പറയുന്ന ഒരു റോൾ മോഡലായിട്ട് പെരുമാറണം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രെയിനിങ് കൊടുക്കണം. ട്രെയിനിങ് ഹെൽപ്സ് എംപ്ലോയീസ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് അഡോപ്റ്റ് ന്യൂ ഓർഗനൈസേഷൻ വാല്യൂസ്, ബിഹേവിയേഴ്സ് ആൻഡ് വർക്ക് പ്രാക്ടീസസ്. അപ്പോൾ ഇവർക്ക് ഒരു കൾച്ചറൽ ചേഞ്ച് വരുത്തുക എന്ന് പറയുമ്പോൾ അവർ ഡേ ടു ഡേ ലൈഫിൽ, ഡേ ടു ഡേ വർക്ക് അറ്റ്മോസ്ഫിയറിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ മാറ്റം സംഭവിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവർക്ക് ആ മാറ്റത്തെ ഉൾക്കൊള്ളണമെങ്കിൽ അല്ലെങ്കിൽ ആ മാറ്റത്തെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കണം? ട്രെയിനിങ് കൊടുക്കണം. അതാണ് നാലാമത്തെ സ്റ്റെപ്പ്. അപ്പൊ എംപ്ലോയീസിന് പുതിയതായിട്ട് വന്ന മാറ്റങ്ങളെ മനസ്സിലാക്കാനും അതിനെ അഡോപ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. മാറ്റം എന്ന് പറഞ്ഞാൽ വാല്യൂസിൽ വന്ന മാറ്റങ്ങൾ, പെരുമാറ്റ രീതികളിൽ നിന്ന് വന്ന മാറ്റങ്ങൾ, ആ വർക്ക് ചെയ്യേണ്ട രീതിയിൽ വന്ന മാറ്റങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് കൊടുക്കണം? ട്രെയിനിങ് കൊടുക്കണം. പ്രോഗ്രാംസ് ഫോക്കസിങ് ഓൺ ടീം വർക്ക്, കമ്മ്യൂണിക്കേഷൻ, കസ്റ്റമർ സർവീസ്, എത്തിക്സ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പ്രിപ്പയർ എംപ്ലോയീസ് ടു വർക്ക് ഇഫക്റ്റീവ്ലി വിത്തിൻ ദ ന്യൂ കൾച്ചർ. അപ്പൊ ടീം വർക്കിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള, കമ്മ്യൂണിക്കേഷനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ ആ ന്യൂ കൾച്ചറുമായിട്ട് പെട്ടെന്ന് അലൈൻ ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സ്റ്റെപ്പ് 5, changing the reward system. Reward system should reinforce the behavior that support the desired organization culture. അപ്പോൾ ആ ഡിസൈഡ് ആയിട്ടുള്ള നമ്മൾ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്ന ഓർഗനൈസേഷൻ കൾച്ചറിനോട് ചേർന്ന് പോകുന്ന പെരുമാറ്റ രീതികളെ എന്ത് ചെയ്യണം? റീഇൻഫോഴ്സ് ചെയ്യണം, റിവാർഡ് കൊടുക്കണം അല്ലെ. എംപ്ലോയീസ് ഹു ഡെമോൺസ്ട്രേറ്റ് ടീം വർക്ക്, ഇന്നോവേഷൻ, ethical conduct or customer focus should receive recognition. അപ്പോൾ ആ ചേഞ്ച് വരുത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് അനുസൃതമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് എന്ത് കൊടുക്കണം? റിവാർഡ് കൊടുക്കണം. Aligning promotions, incentives and performance evaluations with the cultural goals encourage employees to adopt the expected behaviors. അപ്പോൾ ഇങ്ങനെ റിവാർഡ് കൊടുക്കുമ്പോൾ അവരെ എന്താണ് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതിനനുസരിച്ച് അവരുടെ പെരുമാറ്റ രീതികൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ആറാമത്തെ സ്റ്റെപ്പ് എന്താണ്? ക്രിയേറ്റിംഗ് ന്യൂ സിംബൽസ് ആൻഡ് സ്റ്റോറീസ്. അപ്പൊ കൾച്ചർ മാറുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ ഡൊമൈൻസിലും മാറ്റങ്ങൾ വരും ചിലപ്പോൾ അല്ലെ. സിംബൽസ് മാറാം, ഓർഗനൈസേഷന്റെ സ്റ്റോറീസ് മാറാം, സെറിമണീസ്
ഇപ്പൊ ചിലപ്പോൾ ആഘോഷിക്കാതെ ഇരുന്ന് വിട്ടുപോയത് ചില സെറിമണീസ് നമ്മൾ വീണ്ടും നമ്മുടെ കൾച്ചറിന്റെ ഭാഗമായിട്ട് ആഘോഷിക്കാൻ തുടങ്ങുന്നു. പുതിയ റിച്വൽസ് ചിലപ്പോൾ ഡെവലപ്പ് ചെയ്യാം. അപ്പൊ അങ്ങനെയാണ് എംപ്ലോയീസ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് അക്സെപ്റ്റ് കൾച്ചറൽ ചേഞ്ച്. അങ്ങനെയാണ് ഇതൊക്കെ വരുമ്പോഴാണ് ആൾക്കാരെ കൾച്ചറിനെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുന്നത്. ദീസ് വിസിബിൾ എലമെന്റ്സ് കമ്മ്യൂണിക്കേറ്റ് ദ ഓർഗനൈസേഷൻ ന്യൂ ഐഡന്റിറ്റി. അപ്പോൾ ഒരു കൾച്ചറൽ ചേഞ്ച് വന്നു എന്ന് വിസിബിൾ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരണം. ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതലായിട്ട് അതിനകത്ത് സംഭവിക്കണം. സിംബൽസ് മാറുക, പുതിയ സെറിമണീസ്, ഇവന്റ്സ്, എന്താ പറയാ, ആഘോഷിക്കുക മുതലായ കാര്യങ്ങൾ. ഓവർ ടൈം ദേ സ്ട്രെങ്തൻ എംപ്ലോയി കമ്മിറ്റ്മെന്റ് ആൻഡ് മേക്ക് ദ ന്യൂ കൾച്ചർ എ പെർമനന്റ് പാർട്ട് ഓഫ് ഓർഗനൈസേഷൻ ലൈഫ്. ഇങ്ങനെ നമ്മളത് മാറ്റം വരുത്തിയ കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോഴാണ് എംപ്ലോയീസിന് ഇത് മനസ്സിലാകുന്നത്. അപ്പൊ അവർ പതിയെ ഒരു കമ്മിറ്റ്മെന്റ് കാണിക്കുകയും ആ ന്യൂ കൾച്ചർ ഓർഗനൈസേഷൻ ലൈഫിന്റെ പാർട്ട് ആവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ഔട്ട്കം ഓഫ് സക്സസ്ഫുൾ കൾച്ചർ ചേഞ്ച്. ഒരു സക്സസ്ഫുൾ ആയിട്ട് കൾച്ചറൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവും? എംപ്ലോയീസ് മോർ കമ്മിറ്റഡ് ആയിരിക്കും, അവർക്ക് കൂടുതൽ മോട്ടിവേഷൻ തോന്നും വർക്ക് ചെയ്യാനായിട്ട്, അവർ കുറച്ചും കൂടെ അഡാപ്റ്റബിൾ ആയിരിക്കും. പുതിയ വന്ന അല്ലെങ്കിൽ എൻവയോൺമെന്റിൽ വന്ന മാറ്റങ്ങളോട് വളരെ കറക്റ്റ് ആയിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് അവരെ കൊണ്ട് സാധിക്കും. അപ്പോൾ ഓർഗനൈസേഷൻ സ്ട്രോങ് ടീം വർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ ബെറ്റർ ആവും, പ്രൊഡക്ടിവിറ്റി കൂടും. അതായത് ഓർഗനൈസേഷൻ ഗോളുമായിട്ട് അലൈൻ ചെയ്ത് ആൾക്കാരുടെ പെരുമാറ്റ രീതികൾ സംഭവിക്കും. സക്സസ്ഫുൾ കൾച്ചർ ചേഞ്ച് ഓൾസോ എൻഹാൻസ് ഇന്നോവേഷൻ ആൻഡ് ലോങ് ടൈം ഓർഗനൈസേഷൻ പെർഫോമൻസ്. അപ്പോൾ ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ഓർഗനൈസേഷന്റെ പെർഫോമൻസിനെ എൻഹാൻസ് ചെയ്യും. അപ്പോൾ ഓർഗനൈസേഷൻ ചേഞ്ച് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജിങ് ഓർഗനൈസേഷൻ കൾച്ചർ ഈസ് എ ഗ്രാജുവൽ പ്രോസസ് റാദർ ദാൻ എ വൺ ടൈം ആക്ടിവിറ്റി. അതൊരു ഗ്രാജുവൽ പ്രോസസ് ആണെന്ന് മനസ്സിലാക്കുക. ക്രിയേറ്റിംഗ് അർജൻസി, ഇൻട്രൊഡ്യൂസിങ് സപ്പോർട്ടീവ് ലീഡർഷിപ്പ്, എൻകറേജിങ് റോൾ മോഡലിംഗ്, providing training, redesigning reward systems, and reinforcing new values through symbols together create a strong foundation for lasting cultural transformation. അപ്പൊ നമ്മൾ പറഞ്ഞ സ്റ്റെപ്പിനെ ഒന്ന് ക്രോഡീകരിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഇതുവഴിയാണ് ഒരു കൾച്ചറൽ ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുന്നത്. The next point is strategies for changing and sustaining organizational culture. Okay, the organizational changing and sustaining organizational culture is a complex yet essential process that helps organization align their culture with the strategic goals. അപ്പോൾ ഒരു ചേഞ്ച് വരുത്തുക, ആ ചേഞ്ച് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് പ്രോസസ് ആണ്, പക്ഷേ ഒരു എസെൻഷ്യൽ പ്രോസസ്സും ആണ് അല്ലെ. അപ്പോൾ successful cultural change requires a clear understanding of the existing culture, vision of desired culture, and carefully planned strategies to bridge the gap. അപ്പോൾ ആദ്യം തന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള കൾച്ചറൽ ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് എക്സിസ്റ്റിംഗ് കൾച്ചറിനെ നന്നായിട്ട് മനസ്സിലാക്കണം. നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറെ മാർഗങ്ങൾ, അസസ്മെന്റ് ടെക്നിക്സ് ഒക്കെ പഠിച്ചു അല്ലേ. അതിനുശേഷം നമ്മൾ മാറ്റം കൊണ്ടുവരാൻ പോകുന്നത് എന്തിലേക്കാണ് മാറുന്നത്, അതിനെ ആ വിഷൻ, ഒരു നല്ല വിഷൻ, ക്ലിയർ ആയിട്ടുള്ള വിഷൻ ഉണ്ടായിരിക്കണം. ഇത് രണ്ടും തമ്മിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ്, കെയർഫുള്ളി പ്ലാൻഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസും ഉണ്ടായിരിക്കണം. ഒന്നാമത്തത് ലീഡർഷിപ്പ് ആസ് എ ഡ്രൈവർ ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡർഷിപ്പിന് അതിനകത്തൊരു പ്രധാനപ്പെട്ട റോളുണ്ട്. ലീഡർഷിപ്പ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഇൻ ഷേപ്പിംഗ് ആൻഡ് സസ്റ്റെയിനിങ് ഓർഗനൈസേഷൻ കൾച്ചർ. ഓർഗനൈസേഷൻ കൾച്ചറിൽ മാറ്റം വരുത്തണമെങ്കിലോ ആ മാറ്റം വന്ന് കൾച്ചർ സസ്റ്റെയിൻ ചെയ്യണമെങ്കിലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷനകത്ത് നിലനിൽക്കുന്ന ലീഡർഷിപ്പാണ്. Leaders influence employees by acting as role models and demonstrating the values and behaviors they expect others to follow. നമ്മൾ മുമ്പേ പറഞ്ഞു ഓർഗനൈസേഷൻ കൾച്ചറൽ ചേഞ്ചിന്റെ സ്റ്റെപ്സ് പഠിച്ചപ്പോൾ പറഞ്ഞു എന്താണ് ആൾക്കാരിൽ മാറ്റം വരുത്തേണ്ടത്, അത് ലീഡർ ചെയ്ത് കാണിക്കണം. അപ്പൊ ലീഡേഴ്സ് ഒരു റോൾ മോഡലായിട്ട് പെരുമാറണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ലീഡേഴ്സ് റോൾ മോഡൽ ആവുന്നത് കൊണ്ട് തന്നെ എന്താ പറയാ, അതിനനുസരിച്ചായിരിക്കും ആൾക്കാര് ലീഡറിനെ ഫോളോ ചെയ്യുന്നത്, ആൾക്കാരുടെ പെരുമാറ്റ രീതികൾ. അപ്പം ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് കൾച്ചറൽ ചേഞ്ച് വരുത്തുന്നതിൽ. ആ ഒരു റോൾ മോഡലായിട്ട് പെരുമാറണം. ത്രൂ കൺസിസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ, റെക്കഗ്നിഷൻ ഓഫ് പോസിറ്റീവ് ബിഹേവിയേഴ്സ് ആൻഡ് കറക്ഷൻ ഓഫ് അൺഡിസൈറബിൾ പ്രാക്ടീസസ്, ലീഡേഴ്സ് എൻകറേജ് എംപ്ലോയീസ് ടു അഡോപ്റ്റ് കൾച്ചറൽ നോംസ് ദാറ്റ് സപ്പോർട്ട് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വഴി, ആൾക്കാരെ പോസിറ്റീവ് ആയിട്ടുള്ള പെരുമാറ്റ രീതികളെ അംഗീകരിക്കുന്നത് വഴി, അല്ലെങ്കിൽ എന്തെങ്കിലും അൺഡിസൈറബിൾ ആയിട്ടുള്ള പ്രവർത്തനങ്ങളെ കറക്റ്റ് ചെയ്യുന്നത് വഴി ലീഡേഴ്സ് എന്ത് ചെയ്യണം, ഈ പുതിയ കൾച്ചറുമായിട്ട് അഡോപ്റ്റ് ചെയ്യാനായിട്ട് ഓർഗനൈസേഷന്റെ എംപ്ലോയീസിനെ
ഓർഗനൈസേഷനെ ഹെൽപ്പ് ചെയ്യണം. അതുവഴി ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കണം. ട്രാൻസ്ഫോർമേഷൻ ലീഡേഴ്സ് ആർ എസെൻഷ്യലി ഇഫക്റ്റീവ് ബിക്കോസ് ദേ ഇൻസ്പയർ എംപ്ലോയീസ്. അപ്പൊ നമ്മൾ പല ലീഡർഷിപ്പ് സ്റ്റൈൽസിനെ പറ്റി പഠിച്ചു. ട്രാൻസ്ഫോർമേഷൻ ലീഡേഴ്സ് ഈ കാര്യത്തിൽ വളരെ ഇഫക്റ്റീവ് ആണ് എന്നുള്ളതാണ്. രണ്ടാമത്തേത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് എംപ്ലോയി ഇൻവോൾവ്മെന്റ്. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എസെൻഷ്യൽ സക്സസ്ഫുൾ കൾച്ചർ ട്രാൻസ്ഫോർമേഷൻ. ഒരു കൾച്ചറൽ ട്രാൻസ്ഫോർമേഷന് ലീഡർഷിപ്പിന്റെ റോള് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അനദർ റോളാണ് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം. എംപ്ലോയീസ് ഷുഡ് ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് വൈ ചേഞ്ച് ഈസ് നെസസറി. ആൾക്കാർക്ക് മനസ്സിലാവണം എന്തിനാണ് ഇപ്പോൾ ഒരു ചേഞ്ചിന്റെ ആവശ്യകത. വാട്ട് ദ ഓർഗനൈസേഷൻ എയിംസ് ടു അച്ചീവ്. മാറ്റം വരുത്തുന്നത് വഴി ഓർഗനൈസേഷൻ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് ഹൗ ദേ ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദ പ്രോസസ്. ഈ പറയുന്ന ഓർഗനൈസേഷന്റെ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ ഞങ്ങൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്. ഇതൊക്കെ ആൾക്കാർക്ക് മനസ്സിലാകണമെങ്കിൽ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. ഇൻവോൾവിങ് എംപ്ലോയീസ് ത്രൂ, അതായത് കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവിങ് വർക്ക്ഷോപ്പ് വഴിയോ ഫോക്കസ് ഗ്രൂപ്പുകൾ വഴിയോ ഫീഡ്ബാക്ക് സെഷൻ വഴിയോ ഒക്കെ അവരിൽ എന്തുണ്ടാക്കണം? ഒരു സെൻസ് ഓഫ് ഓണർഷിപ്പ് ആണ് ഉണ്ടാക്കണം. അപ്പോൾ ഇത് നമ്മുടെയും കൂടെ ഒരു ആവശ്യമാണ് ഈ ചേഞ്ച് വരുത്തേണ്ടത് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ അവർ റെസിസ്റ്റൻസ് കാണിക്കില്ല, അല്ലേ? ദെൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ഇപ്പൊ പറഞ്ഞ പോലെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലേസ് എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ എംബെഡിങ് ന്യൂ കൾച്ചറൽ വാല്യൂസ്. ഒരു കൾച്ചറൽ വാല്യൂസ് പുതിയ ഒരു ചേഞ്ച് വരുമ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും ഡെവലപ്മെന്റും ആർക്ക് കൊടുക്കണം? എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യണം. വർക്ക്ഷോപ്പുകൾ വഴിയോ സെമിനാർസോ കോച്ചിങ്ങോ അതർ ലേണിംഗ് ഇനിഷ്യേറ്റീവ്സ് ഒക്കെ വഴി അവരിൽ ആ പുതിയ നോളജും സ്കില്ലും ഒക്കെ ഇമ്പാർട്ട് ചെയ്യണം. Okay, then next point is reinforcement through policies, procedures and rewards. Organizational culture becomes sustainable when it is reinforced through formal systems and practice. ഒരു ഓർഗനൈസേഷന്റെ കൾച്ചർ സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കണം, അല്ലെ? നമ്മുടെ സൈക്കോളജിയിലൊക്കെ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ റീഇൻഫോഴ്സ്മെന്റിന്റെ റോളിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, അല്ലെ? ഒരു ഡിസൈറബിൾ ബിഹേവിയർ ഒരു വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റീഇൻഫോഴ്സ് ചെയ്യണം. ഒരു കുട്ടി നന്നായിട്ട് പഠിച്ച് മാർക്ക് വാങ്ങി വീട്ടിൽ വരുമ്പോൾ ഒന്നെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ മോനെ അല്ലെങ്കിൽ മോളെ നന്നായിട്ട് പെർഫോം ചെയ്തു എന്ന് പറയുമ്പോൾ ആ ഒരു റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുമ്പോഴാണ് അടുത്ത തവണയും നന്നായിട്ട് ആ കുട്ടിക്ക് പരീക്ഷയിൽ പഠിച്ച് മാർക്ക് നേടണം എന്നുള്ളൊരു എന്താ പറയാ ഒരു ബിഹേവിയർ വരുന്നത്, അല്ലെ? റീഇൻഫോഴ്സ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റംസ് ഉണ്ടാവണം, പ്രൊമോഷൻ പോളിസികൾ ഉണ്ടാവണം, റെക്കഗ്നിഷൻ പ്രോഗ്രാംസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത പോലെ നന്നായിട്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നവരെ ആദരിക്കണം, അവർക്ക് പ്രത്യേകമായിട്ട് സമ്മാനങ്ങൾ കൊടുക്കണം. ഇതൊക്കെ ആ വാല്യൂസും ബിലീഫ്സും ഒക്കെ എന്താ പറയാ ഓർഗനൈസേഷനകത്ത് കൊണ്ടുവരുന്നതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ വഹിക്കുന്ന കാര്യങ്ങളാണ്. Okay, at the same time, behaviors that conflict with the desired culture should be addressed through clear policies and consistent corrective actions. അപ്പൊ ഇത് ഡിസൈറബിൾ ആയിട്ടുള്ള ബിഹേവിയറുകൾ മാത്രമല്ല സംഭവിക്കാറ്, അൺഡിസൈറബിൾ ആയിട്ടുള്ള ബിഹേവിയറുകളുണ്ടാകും, പെരുമാറ്റ രീതികളുണ്ടാകും. അപ്പൊ അതിനെ കറക്റ്റ് ആയിട്ടുള്ള പോളിസി വഴി കറക്റ്റ് ആയിട്ട് അതിനെ എന്ത് ചെയ്യണം? കറക്റ്റീവ് ആക്ഷൻസ് എടുക്കണം. This alignment between organization system and cultural expectation strengthen long-term commitment to the culture. അപ്പോൾ ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തുമ്പോൾ തന്നെ ആ കൾച്ചറിൽ ലോങ് ടൈം ആയിട്ട് സസ്റ്റൈനബിൾ ആയിട്ട് കൾച്ചർ നിലനിൽക്കും. Then monitoring and feedback. Maintaining organizational culture requires continuous monitoring and regular feedback. അതായത് കൾച്ചറിനെ നമ്മൾ തുടർച്ചയായിട്ട് മോണിറ്റർ ചെയ്യുകയും ഫീഡ്ബാക്കുകൾ കൊടുക്കുകയും ചെയ്യണം. എംപ്ലോയി സർവീസ് വഴി അല്ലെങ്കിൽ കൾച്ചറൽ അസസ്മെന്റ്സ് വഴി. മുമ്പേ പറഞ്ഞ പോലെ കുറേ ടെക്നിക്സ് ഉണ്ടല്ലോ. പെർഫോമൻസ് മെട്രിക്സ് ഹെൽപ്സ് ഐഡന്റിഫൈ ഏരിയാസ് വെർ ദ ഓർഗനൈസേഷൻ മേ ബി മൂവിങ് അവേ ഫ്രം ഇറ്റ്സ് ഡിസൈർഡ് കൾച്ചർ. അപ്പൊ ഇതൊക്കെ നമുക്ക് ക്ലൂസ് തരും. എവിടെയെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ, ഡീവിയേഷൻസ് സംഭവിക്കുന്നുണ്ടോ. കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ഫീഡ്ബാക്കും essential ആണ്. Feedback enables leaders to address challenges promptly, reinforce positive behavior and make necessary adjustment. Feedback എന്തിനെ ഹെൽപ്പ് ചെയ്യും? ലീഡേഴ്സിനെ പോസിറ്റീവ് ആയിട്ടുള്ള ബിഹേവിയറിനെ റീഇൻഫോഴ്സ് ചെയ്യാനും എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ് വേണമെങ്കിൽ അത് നടപ്പിൽ വരുത്താനും ഹെൽപ്പ് ചെയ്യും. കണ്ടിന്യൂസ് മോണിറ്ററിംഗ് എൻഷുവേഴ്സ് ദാറ്റ് ദ കൾച്ചർ റീമെയിൻസ് അഡാപ്റ്റബിൾ ടു ദ ഓർഗനൈസേഷൻ. അപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ ഒരു കൾച്ചർ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് അഡാപ്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇൻ കൺക്ലൂഷൻ, ചേഞ്ചിങ് ആൻഡ് സസ്റ്റൈനിങ് ഓർഗനൈസേഷൻ കൾച്ചർ ഈസ് നോട്ട് എ വൺ ടൈം ആക്ടിവിറ്റി. അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആണ്. കമ്മിറ്റ്മെന്റും കൺസിസ്റ്റൻസിയും സ്ട്രാറ്റജിക് പ്ലാനിങ്ങും ഒക്കെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. എന്ത്? ഒരു ഓർഗനൈസേഷന്റെ കൾച്ചറിൽ ചേഞ്ച് വരുത്തിയ ചേഞ്ച്
സസ്റ്റെയിൻ ചെയ്യിക്കുക എന്നുള്ളത്. ബൈ സ്ട്രെങ്തനിങ് ലീഡർഷിപ്പ്, പ്രൊമോട്ടിംഗ് effective communication, investing employee development, reinforcing desired behaviors through organization systems, and regularly monitoring progress, organization can create a culture that support innovation, enhance performance, improves employee engagement over time. അപ്പൊ എങ്ങനെയാണ് ഇതൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ സാധിക്കുന്നത്? effective communication, employee development program, reinforcement, regular monitoring and ഫീഡ്ബാക്ക് സെഷൻസ്. അപ്പൊ ഇതുകൊണ്ടാണ് ആ കൾച്ചർ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് യൂണിറ്റ്. താങ്ക് യു.